പ്രിയമുള്ളവരെ, ഉടമ്പടി പ്രാർത്ഥന എത്രയും വേഗം നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഈ ക്ലാസ്സിലൂടെ നൽകപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുക്കാൻ പുതുതായിട്ട് വന്നവരും ഉടമ്പടി പുതുക്കാൻ പോകുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. ആദ്യമായി അച്ഛൻ പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റ്, ഉടമ്പടി പ്രാർത്ഥന എന്താണെന്നാണ് പറയണത്. എന്താണ് ഉടമ്പടി പ്രാർത്ഥന? നമ്മുടെ സഭയിൽ ജപമാല പ്രാർത്ഥനയുണ്ട്, നൊവേന പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനകളുടെ പൂർണ്ണരൂപമായ പരിശുദ്ധ കുർബാനയുണ്ട്. അപ്പോൾ എന്താണ് ഉടമ്പടി പ്രാർത്ഥന? ഉടമ്പടി പ്രാർത്ഥന ഒരു പുതിയ ഒരു ഒറിജിനാണ്. പക്ഷേ അതേസമയം തന്നെ പുതിയ ഒറിജിൻ എന്ന് പറയുന്നത് ബിബ്ലിക്കൽ കവനന്റ് പ്രെയറിൻ്റെ ഒരു മരിയൻ വേർഷനാണ് നമ്മളിവിടെ ആൾക്കാർ ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന ഉടമ്പടി പ്രാർത്ഥന മരിയൻ, ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണ്. അപ്പം മരിയൻ ഉടമ്പടി പ്രാർത്ഥനയും ബിബ്ലിക്കൽ ഉടമ്പടി പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മരിയൻ ഉടമ്പടി പ്രാർത്ഥന ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് ആൾക്കാർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം? എന്തുകൊണ്ടാണ്? അത് വിശദീകരിക്കുന്ന മുമ്പ് ഫസ്റ്റ് പോയിൻ്റ്, എന്താണ് ഉടമ്പടി പ്രാർത്ഥന? നമുക്കറിയാം, ഉടമ്പടിയിൽ ബൈബിൾ മുഴുവനും ബൈബിളിനെ വിളിക്കുന്നത് തന്നെ ഉടമ്പടി പുസ്തകം എന്നാണ്. മോസസിൻ്റെ കാലത്ത് ബൈബിളിനെ വിളിച്ചിരുന്ന പേര് ഇന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥമെന്നാണ് വിളിക്കുന്നത്. പണ്ട് മോസസിൻ്റെ കാലത്ത് ബൈബിളിനെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. എന്നുവെച്ചാൽ ദൈവം ഉടമ്പടി, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ നമ്മുടെ ഈ ഫിസിക്കലായിട്ടുള്ള സർവൈവിങ്ങിന് തൊട്ട് സ്പിരിച്വൽ സർവൈവിങ്, നമ്മുടെ ഭൗതികമായ ഒരു മുന്നേറ്റവും അതുപോലെ തന്നെ ആധ്യാത്മികമായ മുന്നേറ്റവും നമ്മളുടെ കൊക്കിലൊതുങ്ങാത്ത കാര്യങ്ങൾ, അതാണ് ഉടമ്പടി ഫോക്കസ് ചെയ്യണത്. അത് പണ്ടും അങ്ങനെയായിരുന്നു, പുതിയതല്ലത്. അതായത് നമ്മളുടെ മെരിറ്റിൽ നിൽക്കാത്ത കാര്യങ്ങൾ, നമ്മുടെ യോഗ്യതയിൽ നിൽക്കാത്ത കാര്യങ്ങളെ ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് ഉടമ്പടി ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ദൈവം ആദ്യം ഉടമ്പടി ചെയ്തത് ആരോടാണ്? എബ്രാഹത്തിനോടാണ് ചെയ്തത്. എബ്രാഹത്തിൻ്റെ മെരിറ്റ് ഇല്ലാത്ത ഒരു കാര്യവും, എബ്രാഹത്തിന് പല കാര്യങ്ങൾക്കും മെരിറ്റില്ലാഞ്ഞൊരു മനുഷ്യനാണ്. ഒന്ന്, അയാൾക്ക് മക്കളില്ലാഞ്ഞ്, മക്കളുണ്ടാകാനുള്ള പ്രായവും കവിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ മെരിറ്റെന്ന് പറഞ്ഞാൽ അതാണ്, അതില്ല. അപ്പോൾ ഇനി എബ്രാഹവുമായിട്ട് ദൈവത്തിൻ്റെ മെരിറ്റിലേക്ക് എബ്രാഹത്തിനെ ദൈവം കൊണ്ടുവരും, ദൈവത്തിൻ്റെ സാധ്യതയിലേക്ക്. കർത്താവ് ചോര വിയർക്കുമ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കണ, പിതാവേ അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയാണ് ഉടമ്പടി വഴി ടാപ്പ് ചെയ്യപ്പെടുന്നത്. അത് നിങ്ങൾക്കറിയണം. എന്ത് വിഷയമായി, ഇപ്പം ജെട്ടി നടപടിയായാലും ക്യാൻസർ രോഗമായാലും, ഇപ്പോൾ ഉടമ്പടിയിലെ ഒരു പ്രത്യേക പ്രതിഭാസമുണ്ട്. അതിന് സഞ്ചാരി മാതാവ് എന്നാണ് ആൾക്കാർ പറയണത്, സാക്ഷ്യം പറയണത്. സഞ്ചാരി മാതാവ് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ സഞ്ചരിച്ച് നമ്മുടെ വീട്ടിലെത്തും. അതിന് ഒറ്റപ്പെട്ട സംഭവമല്ല, എങ്ങനെയാലും ഒരാഴ്ചയിൽ 2-3 സാക്ഷ്യമെങ്കിലും മാതാവ് വീട്ടിലെത്തിയ സാക്ഷ്യം പറയും. യാക്കോബ കുടുംബത്തിൻ്റെ പ്രശ്നത്തിന് അപ്പനും അമ്മയും വയസ്സാണ്, അമ്മയ്ക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്, കാലിൻ്റെ വാദമാണ്, അവർക്ക് നടക്കാൻ പാടില്ല, അപ്പോൾ അവർക്ക് ഇവിടം വരെ വരാൻ പറ്റണില്ല. അപ്പം അപ്പൻ അവരുടെ സങ്കടം കണ്ടിട്ട് അപ്പൻ എല്ലാ മരുന്നുകളും ഉപയോഗിച്ചു, പക്ഷേ അമ്മ സുഖപ്പെടണില്ല. അങ്ങനെ അങ്ങേര് പ്രായമാണെങ്കിൽ അങ്ങേര് ഒറ്റയ്ക്ക് ഇവിടെ വരും. അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറയും. അപ്പോൾ ഉടമ്പടി എടുക്കാൻ അങ്ങേര് വരാൻ കാരണം, അങ്ങേര് കൃപാസനത്തിൽ വരാൻ കാരണം, കൊല്ലത്തുകാരനാണ്. എന്താ വരാൻ കാരണം? അങ്ങേര് ഈ പ്രശ്നങ്ങളെല്ലാം വെച്ച് എൻ്റെ വൈഫിൻ്റെ അനങ്ങാൻ പറ്റണില്ല, അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണൊരു മറുകൃതി എന്ന്, എന്താണൊരു എല്ലാ മരുന്നൊക്കെ ഉപയോഗിച്ച് ഇനി എന്താണൊരു വഴിയെന്നറിയാൻ പാടില്ലാതെ അങ്ങേര് വിഷമിക്കുന്ന സമയത്ത് അങ്ങേര് ബൈബിൾ എടുത്ത് നോക്കുമ്പോൾ അങ്ങേർക്ക് ഹെബ്രായർ 16-ാം അധ്യായം കിട്ടും. അപ്പോൾ നിങ്ങൾ കൃപാസനത്തെ സമീപിക്കുക എന്ന് എഴുതി വെച്ചിരിക്കണം എൻ്റെ അടുത്ത്.
അപ്പോൾ ഈശോ അതിലൂടെ സംസാരിച്ചതാണ്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല. ഈശോ പറഞ്ഞ് കൃപാസനത്തിൽ വരാൻ പറഞ്ഞു. അപ്പോൾ കൃപാസനത്തിൽ അങ്ങനെ ഇവിടെ വരും. വന്നതിന് ശേഷം അദ്ദേഹം ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ബ്രദേഴ്സിനോട് ചോദിക്കും, എന്താണ് അച്ഛനെ കാണാനുള്ള മാർഗ്ഗമെന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെ വേറെ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോഴേ പറഞ്ഞു അതിന് ഉടമ്പടി എടുക്കണം എന്ന് പറയും. ഉടമ്പടി എടുക്കണം, പക്ഷേ എൻ്റെ വൈഫിൻ്റെ അസുഖം ഇതാണ്, വൈഫിന് മൂവ്മെൻറ്റ് കിടപ്പാണ്, ചെയ്യാൻ പറ്റണില്ലെന്ന് പറയും. അപ്പോഴുടനെ അവർ പറയും അത് ആളെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറയും. അവരതല്ലേ പറയത്തുള്ളൂ. അപ്പോൾ അപ്പനാണെങ്കിൽ സങ്കടമായിപ്പോയി, ആളെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ല. അപ്പോൾ അതുകൊണ്ട് അപ്പനാണ് വയസ്സ്, വേറെ ആരും ഇല്ല ഇവിടെ. അപ്പോൾ ഇങ്ങേര് ഉടമ്പടി എടുത്തതായാലും ഉടമ്പടി എടുത്തിട്ട് അങ്ങേര് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്ത്രീ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് ഈ അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കും. എന്താ നീ കൃപാസനത്തിലോട്ട് വരാത്തത് എന്ന് ചോദിക്കും. എന്താ നീ കൃപാസനത്തിലോട്ട് വരാത്തത് എന്ന് ചോദിക്കും. ഇത് ചോദിച്ചതോടുകൂടി ഇവരും പോകും. പിന്നെ ഈ സ്ത്രീ എഴുന്നേൽക്കും, ഉടനെ സൗഖ്യം പ്രാപിച്ചു. ഭാര്യയും ഭർത്താവും കൂടി നടന്നാ വന്നത്. ആ സിറ്റുവേഷൻ മാറണുണ്ടല്ലേ, ആൾ നടന്നാ വരണത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പീഡെന്ന് പറയണത്. നമ്മളിതിന് പറയുന്ന ഈ പ്രതിഭാസത്തിനാണ് നമ്മൾ സഞ്ചാരി മാതാവെന്ന് പറയണത്. അതെന്തുകൊണ്ടാണ് സഞ്ചാരി മാതാവെന്ന് പറയാൻ കാര്യം, ഇപ്പം നിങ്ങളുടെ എംബസി മാതാവ് വരും, നിങ്ങളുടെ ഐസിയുവിൽ വരും, എവിടെയായാലും. കാര്യം ഉടമ്പടിയുടെ നമുക്ക് എപ്പോഴും ഉടമ്പടിയുടെ പ്രത്യേകത, ഉടമ്പടിക്ക് 2 ഘടകങ്ങളാണ് ഉള്ളത് ബൈബിളിൽ. എബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയായാലും, മോസസിനോട് ചെയ്ത ഉടമ്പടിയായാലും, മോസസിന് ശേഷം ജോഷുവയോട് ചെയ്ത ഉടമ്പടിയായാലും, പിന്നെ ന്യായാധിപന്മാർ അവരുടമ്പടി നിരീക്ഷിച്ച് ഉടമ്പടി പ്രകാരമാണോ ജനങ്ങൾ ജീവിക്കണതെന്ന് നോക്കി ന്യായവിധി നടത്തിയിരുന്ന ആൾക്കാരാണ് ജഡ്ജസ് ബൈബിളിലാണ്, ന്യായാധിപന്മാർ. അതുപോലെ തന്നെ ഇസ്രായേൽ ജനം ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടി അകന്നു പോകുമ്പോഴാണ് അവരെ ശാസിക്കാൻ വേണ്ടിയാണ് അവർക്ക് ദൈവത്തിൻ്റെ വെളിപാട് കൊടുക്കുന്നതാണ് പ്രവാചകന്മാർ. ഇതാണ് ഈ പഴയ നിയമം എന്ന് പറയുന്നത്. ആ പ്രവാചകന്മാരുടെ കാലത്ത് ആണ് ഐസയ പ്രവാചകനിലൂടെ യേശുവിനെ വാഗ്ദാനം ചെയ്യണത്. കാലത്തിൻ്റെ തികവിൽ യേശു ജനിക്കുമ്പോഴും യേശു പരിഹാരമായിട്ട് പാവപരിഹാരം ഉടമ്പടി ലംഘിച്ചതിനാണ് ഈശോ പരിഹാരം ചെയ്യണത്. അപ്പം നമ്മൾ ആദ്യ പാപത്തിൻ്റെ ബേസാണ്. അതിൻ്റെ ഒരു പ്രകൃതം ഉള്ളത് കാരണം ദൈവമായിട്ട് ചെയ്ത ഉടമ്പടി മനുഷ്യൻ കാലാകാലങ്ങളിൽ ലംഘിച്ചു പോയിട്ടുണ്ട്. അതിനെല്ലാത്തിനും കൂടിയാണ് ഈശോ പരിഹാരം ചെയ്യണത്. എന്നിട്ട് ഉടമ്പടി പുനഃസ്ഥാപിക്കും. അതിനാണ് നമ്മൾ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. അതാണ് ഈ കുർബാന. ഇതങ്ങനെ പോകുന്നതാണല്ലോ. അതായത് ആദ്യം മുതൽ അവസാനം വരെ ഉടമ്പടിയാണ്. യേശു സ്ഥാപിച്ചതും ഉടമ്പടിയല്ലാതെ വേറെ ഒന്നും ഈശോയും ചെയ്യണില്ല. അതാണ് ഈശോ പറഞ്ഞത്, ഞാനൊരു പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞത് കുർബാനയാണ്. പക്ഷേ കുർബാന എന്തുകൊണ്ടാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു വരെ ഉടമ്പടിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഭൗതികമാണ് അല്ലേ. എബ്രാഹത്തിനോട് വന്നത് എന്താണ് ചെയ്തത്, ഞാൻ നിനക്കൊരു ദേശം തരാമെന്നാണ് പറഞ്ഞത്. ഉടമ്പടിക്ക് എപ്പോഴും 2 ഘടകങ്ങളുണ്ടാവും. ഒന്ന് ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ ഇല്ലേ, വാഗ്ദാനങ്ങൾ. ഇപ്പം നിങ്ങൾ കാനഡയിലൊക്കെ IELTS പോകണത് എന്താണ്, അത് കർത്താവ് നിൻ്റെ ജീവൻ ഭക്ഷണം കഴിക്കാനുള്ള മാർഗ്ഗം ഒരു ദേശം കാണിക്കുകയാണ്. എബ്രാഹത്തിനെ വിട്ടതുപോലെ നിങ്ങളെ വിടുകയാണ്. അതാണ് IELTS MOH ഹാദൊക്കെ എല്ലാം അച്ഛൻ മൈഗ്രേഷൻ എല്ലാം പടയെന്നെടുക്കാൻ കാര്യം. ഉടമ്പടിയുടെ സ്വഭാവമുള്ളൊരു സാധനമാണത് മൈഗ്രേഷൻ. എന്നുവെച്ചാൽ പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവർക്കൊരു ബോധം ഉണ്ടാകണം. മൈഗ്രേഷന് വേണ്ടിയാണ് എബ്രാഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ദൈവം എൻ്റെ കൂടെ വരും. എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും, ഇപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടാൽ, ഇപ്പോൾ IELTS എഴുതി ഒരു മകൻ രക്ഷപ്പെട്ട് അവൻ പോയി ജോലി മേടിച്ചാൽ അവൻ്റെ ജോലി കൊണ്ട് അവൻ്റെ അപ്പൻ അമ്മ പ്രായമായ എല്ലാവരും നോക്കാൻ പറ്റും. അവൻ്റെ വൈഫിൻ്റെ വീടിനെ അവിടെയും പ്രായമായിരിക്കണം, അവരെ നോക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഉടമ്പടിയിൽ എപ്പോഴും ഇങ്ങനെ മറ്റുള്ള മനുഷ്യരെ സന്ധിക്കുന്ന കണ്ടൻറ്റുകൾ വെക്കണം. മനസ്സിലായില്ലേ? ദൈവം നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ഉടമ്പടി സ്പീഡപ്പ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഇതാണ്. അതായത് ഫാദേഴ്സ് കണ്ടൻ്റ് എന്ന് പറയും. ഞാൻ ഇടയ്ക്ക് കയറി പറയണത് ഫാദേഴ്സ് കണ്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ നേട്ടം തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സ്ഥലം വിൽക്കാൻ പോവുകയാണ്, വിൽക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ സ്ഥലം വിൽക്കണമെന്ന് വീട്ടിൽ പറയുമ്പോൾ തന്നെ ഉടനെ മക്കൾ പറയും നമുക്ക് ഓപ്പലിൻ്റെ ഒരു കാറ് വാങ്ങിക്കാമെന്ന് പറയും.
അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് മറ്റുള്ളവരെക്കാൾ മെച്ചമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സാധാരണ താന്ന പുള്ളികളല്ല വലിയ ആൾക്കാരാണെന്ന് ആൾക്കാരുടെ മുമ്പിൽ ഒരു പത്രാസ് കാണിക്കാവും. അത് ഫാദിസ് കണ്ടൻ്റ് അല്ല. അതാണ് വിഷയം. ഈ ഉടമ്പടി വെക്കുമ്പോൾ തന്നെ ലക്ഷ്യം വെക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയം വിവേചിക്കും. അതിൻ്റെ അകത്ത് മനുഷ്യത്വം ഉണ്ടാകണം. പിന്നെ മറ്റു മനുഷ്യരെ കൂടി കെയർ ചെയ്യണം. കുടുംബത്തിലുള്ളവരെ ശത്രുക്കളോട് പോലും ക്ഷമിച്ച് ദൈവത്തിന് വരാനൊരു ദേശീയ പാത നമ്മൾ ക്രമീകരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് സഞ്ചാരി മാതാവൊക്കെ വരണത്. അല്ല നിങ്ങൾ ക്ഷമിക്കാതെയും പൊറുക്കാതെയും ആരോടും ആ പാപത്തിൽ തന്നെ നിലനിൽക്കുന്ന അഡമൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ഉടമ്പടി ചെയ്തപ്പോൾ എബ്രഹാത്തിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഞാൻ ദേശം തരും, അല്ലേ? നിനക്ക് ദേശം തരും, ആ ദേശം അനുഭവിക്കാൻ വേണ്ടി മക്കളെ തരും. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ രണ്ട് വാഗ്ദാനമുണ്ട്. ഒന്ന്, വാഗ്ദാന നാട് തരും. പിന്നെ എന്ത് തരും? ആ ദേശം നിൻ്റെ കാലത്തിന് ശേഷം അനുഭവിക്കാൻ വേണ്ടി നിനക്ക് മക്കളെ തരും. ഉടമ്പടിയിലെന്ന് പറയണത്, മക്കളെന്ന് പറയണത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ദാനമാണ്. അതുകൊണ്ട് 54 വയസ്സുള്ള ചേട്ടത്തിയാണ് ഇന്നലെ പ്രസവിച്ചത്. ഇപ്പോൾ ഇന്നലെ 45 വയസ്സുള്ള ആൾ പ്രഗ്നൻ്റായിട്ട് വന്നു. അതിനുശേഷം പറഞ്ഞു, അച്ഛാ എൻ്റെ വേറെ തൊട്ട് പ്രാർത്ഥിക്കണം, എനിക്ക് ഡോക്ടർമാർ പറയണത് ഇത് റിസ്ക് ആണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ഒരു റിസ്ക്കുമില്ല, ദൈവം തന്നതാണ് നിനക്ക്, നീ സുഖമായി പ്രസവിക്കും, ഒരു പ്രശ്നം വരത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയുടെ പ്രോമിസിലുള്ളതാണ് മക്കൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവാഹം വരേണ്ടത്. വിവാഹ തടസ്സം ഉണ്ടെങ്കിൽ 55 വയസ്സുള്ള ആൾ കഴിഞ്ഞ 50 വയസ്സുള്ള ആൾ കല്യാണം കഴിച്ചു. അപ്പം 48 വയസ്സുകാർ കല്യാണം കഴിച്ചു. അപ്പോൾ നിങ്ങളവർക്ക് മക്കൾ അവർക്ക് ഉണ്ടാകത്തില്ലല്ലോ, പക്ഷെ അവർക്കൊരു കൂട്ടുണ്ടാവും. അപ്പോഴിങ്ങനെ വിവാഹം എന്ന് നമ്മൾ ഈ മടക്കി വെച്ച ഫയലെല്ലാം ഉടമ്പടി ഓപ്പൺ ചെയ്യും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. കൃപാസനം 92 ഞാൻ രജിസ്റ്റർ ചെയ്ത് 87 തുടങ്ങിയ ശുശ്രൂഷയാണ്. പക്ഷേ ഉടമ്പടിക്ക് ശേഷമാണ് ഇത് ഇങ്ങനെ ഈ ടൈമിനെ ഭയങ്കരമായ രീതിയിൽ സ്വാധീനിക്കുന്നത്. ടൈം കാര്യം, ഒരു മനുഷ്യൻ രക്ഷപ്പെടുത്തണമെങ്കിൽ അവൻ്റെ ടൈമിനെ സ്വാധീനിക്കണമെന്ന് പഠിക്കുന്നത് ഈ ഉടമ്പടിയിലൂടെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ എബ്രഹാത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? നിനക്ക് ഞാൻ മക്കളെ തരും, നിനക്ക് ദേശം തരും, ജീവിക്കാനുള്ള മാർഗം തരും. പക്ഷെ നീ എന്ത് ചെയ്യണം? ദൈവം എപ്പോഴും ഒരു നിയോഗം പറയുമ്പോൾ, വാഗ്ദാനം പറയുമ്പോൾ ദൈവം ഒരു നിബന്ധന കൂടി പറയും. അങ്ങനെയാണ് ഇത് ഉടമ്പടിയാകണത്. അബ്രഹാത്തിനോട് എന്താ നിബന്ധന പറഞ്ഞത്? നിനക്ക് ഞാൻ മക്കളെ തരാം, നിനക്ക് ദേശം തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താണ്? നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. പിന്നെ എന്താണ്? നീ എൻ്റെ മുമ്പാകെ നടക്കുക, വിശുദ്ധിയിൽ വ്യാപരിക്കുക. അതാണ് നിബന്ധന. ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് അന്നും ഇന്നും മാറ്റമില്ല, നിയോഗങ്ങൾക്ക് മാറ്റമില്ല. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് മാത്രമേ നിയോഗം മാറിയിട്ടുള്ളൂ. കർത്താവിൻ്റെ നിയോഗം എന്ന് പറയുന്നത് നമ്മൾ ILTS പാസ്സാകാരാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്, കുർബാന സ്ഥാപിച്ചു അതിനല്ല. കുർബാന നിത്യതയാണ് കുർബാനയുടെ ഉദ്ദേശം. അത് നിങ്ങൾ അറിയണം. കുർബാനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈശോ സ്ഥാപിച്ചത് എന്തിനാണ്? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. പിന്നെ അക്കന്മാർ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, അവർ മരിച്ചു. പക്ഷെ അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും. അപ്പോൾ നിത്യജീവനാണ് കുർബാനയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അധികം കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ നമ്മൾ കുർബാന ഉയർത്തുമ്പോഴും പശു പ്രസവിക്കണം എന്നൊക്കെ പറയും. അവിടെയാണ് പ്രശ്നം വരണത്. കാര്യം അത് ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഉദ്ദേശങ്ങളുണ്ട്. കാര്യം 70 നമ്മളെന്ത് ഇവിടെ ഏത് വാഗ്ദാനം നേടിയാലും 70 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഉള്ളതും ഇല്ലാത്തതും കണക്കായിരിക്കും. എന്താണ്? നാക്കിന് രുചി ഉണ്ടാകത്തില്ല. അപ്പം തന്നെ പണി തീർന്നു, ഭക്ഷണത്തോടുള്ള താല്പര്യം കഴിഞ്ഞു. ശാരീരികമായിട്ടുള്ള മനുഷ്യൻ്റെ എല്ലാ ഗ്ലാൻസിൻ്റെയും പ്രവർത്തനം തീരും. പിന്നെ മനുഷ്യന് ഇവിടെ നിലനിൽക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത കണ്ടീഷനാണ് 70 കൊല്ലം എന്ന് പറയുന്നത്. ഇപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? 60 കൊല്ലം കഴിക്കുമ്പോൾ ആൾക്കാരെ അധികാരത്തെ പിടിച്ച് തൂങ്ങും. അധികാരം പോകാതിരിക്കാനും പണം പോകാതിരിക്കാനും 60 വയസ്സുള്ള ആൾക്കാർ ദാനം ചെയ്യത്തില്ല. 60 വയസ്സ് കഴിഞ്ഞുള്ള ആൾക്കാർ ദാനം ചെയ്യത്തില്ല. ഇപ്പോൾ നമുക്ക് വലിയ കൊച്ചന്മാരൊക്കെ ദാനം ചെയ്യും, പ്രായമുള്ള അച്ഛന്മാർ അധികം ദാനം ചെയ്യത്തില്ല, കൈവിട്ട് കളിക്കത്തില്ല അവർ. അത് വയസ്സിൻ്റെ പ്രശ്നമാണ്, അത് അവരുടെ വയസ്സിൻ്റെ പ്രശ്നമാണ്. അത് ഇതുപോലെ തന്നെ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്കറിയാം ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഇനിയൊന്നും നേടാനില്ല. അതുകൊണ്ട് മനുഷ്യനെ അധികാരത്തെ കയറി പിടിക്കും. അവരുടെ പൊസിഷൻ വിട്ട് കളയത്തില്ല. പൊസിഷൻ ആരെങ്കിലും ആക്രമിക്കണമെങ്കിൽ അവരെ വകവരുത്തി കളയും. അങ്ങനെ അത് ഈ യുദ്ധം അടുക്കള വരെ ഉണ്ട്. അല്ലാതെ അതങ്ങനെ വരണ സംഭവമാണ്. അധികാരം വിട്ട് കളിക്കരുത്. കാര്യം പിടിച്ചു തൂങ്ങാൻ പിന്നെ ഒന്നുമില്ല.
ഭക്ഷണത്തെ പിടിച്ചു നോക്കിയാൽ അവർക്ക് ഭക്ഷണത്തിന് രുചിയില്ല. അപ്പോൾ പിന്നെ കഴിക്കാത്ത സമയത്ത് കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. അതിനുള്ള ആർത്തിയോ താല്പര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അധികാരമുണ്ട്. അധികാരം 90 വയസ്സായാലും ഇപ്പം തന്നെ മാർക്സിസ്റ്റ് കോൺഗ്രസ്സുകാരുടെ അടുത്ത് മാർക്സിസ്റ്റ് വല്ലവരും ചേർന്നില്ലേ, അയാൾക്ക് വയസ്സ് എത്ര ഉണ്ട്? അത് സമ്മതിക്കത്തില്ല, മനുഷ്യൻ സമ്മതിക്കത്തില്ല. അവന് അധികാരം ഇല്ലാതെ വെള്ളം അടിച്ചില്ലേ കൈയും കാലും വിറക്കണ പോലെ കൈയും കാലും വിറക്കും. അപ്പോൾ അത് ഒരു കാലത്ത് മനുഷ്യൻ്റെ ഓരോ മോട്ടിവേഷൻസാണിത്. അപ്പം അതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഒരു 0 പോയിൻറ്റിലേക്ക് ഫീൽ ചെയ്യും. അവിടെയാണ് നമ്മൾ നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിയിൽ ഈശോ ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞ് ഇത് നിങ്ങൾ പറയുന്ന പോലെ ഇതുപോലെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ നേടാൻ വേണ്ടിയുള്ളതല്ല കുർബാന, ഇത് നിത്യതയിൽ എൻ്റെ കൂടെ എന്നും ആയിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുർബാന സ്ഥാപിക്കണമെന്ന്. ആ ഒരു ബോധത്തിൽ കുർബാന കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വല്ലാത്ത അനുഭവം നമുക്കുണ്ടാകും. നിൽക്കട്ടെ, എബ്രഹാം കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവം ആരുമായിട്ട് ഉടമ്പടി ചെയ്തത്? ഇപ്പം ഉടമ്പടിയുടെ നിബന്ധന നിയോഗം എന്താണ്? വാഗ്ദാനമാണ്. മക്കളെ കൊടുക്കും, ദേശം കൊടുക്കും. എബ്രഹാത്തിനോട് ചെയ്ത നിബന്ധന എന്താണ്? നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം, നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. പിന്നെ എന്താണ്? എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. പിന്നെ എന്താണ്? വിശുദ്ധിയിൽ വ്യാപരിക്കണം. അപ്പോൾ ഉടമ്പടി ചിലരുടെ ഒരു പരിപാടി, ഇപ്പോൾ ഉടമ്പടി ചെയ്യണ കാലത്ത് അങ്ങനെ ഒരു പ്രത്യേക ഒരു വേഷം കെട്ടി കർത്താവിൻ്റെ കൂടെ ഒരു അഭ്യാസം കാണിച്ചു പോകും. പക്ഷേ ഉടമ്പടി പ്രകാരം എല്ലാം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയ താന്തോന്നികളായിട്ട് മാറും. പക്ഷേ അത് നിങ്ങളുടെ സ്വഭാവമാണ്. പക്ഷേ മാറണമല്ല പ്രശ്നം. ഇതിനകത്തൊരു കുറച്ചൊരു കുഴപ്പമുണ്ട്. കാര്യം ഇത് ദൈവത്തിന് നേരത്തെ അറിയാം. അതാണ് കുഴപ്പം. നിങ്ങൾ ഫ്രോഡാണെന്നും ഇതിൻ്റെ കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറുകണ്ഠം ചാടി പണ്ടത്തെ അവസ്ഥയിലേക്ക് പോകുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു സെറ്റിൽമെൻറ്റ് നടത്താൻ നല്ലതായിരിക്കും. ആര്? ദൈവവുമായിട്ട്. എന്താണ്? കർത്താവേ, ഞാൻ രക്ഷപ്പെട്ടു, എൻ്റെ വസ്തു വാങ്ങിച്ച് ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ ജോലി കിട്ടി, എന്നാലും ശരി കർത്താവേ, ഞാൻ നിൻ്റെ അടുക്കൽ നിന്ന് പോകത്തില്ല എന്ന് നീ പറയണം. അതാണ് ഉടമ്പടി സ്പീഡപ്പ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉടമ്പടിയുടെ ഒരു മെയിൻ സംഭവമാണ് എബ്രഹാത്തിനോട് പറഞ്ഞത്. എന്താണ്? നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധി വ്യാപരിക്കുക. നീ എൻ്റെ മുമ്പാകെ 3 മാസം നടക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവചിന്തയോടുകൂടി ജീവിക്കണം, ദൈവഭയത്തോടുകൂടി നീ വളരണം. ദാറ്റ്സ് ഓക്കെ. എബ്രഹാം കഴിഞ്ഞു. അടുത്ത ഉടമ്പടി ചെയ്യണ ആരുമായിട്ടാണ്? മോസസുമായിട്ടാണ്. മോസസിനോടും ദൈവം ഉടമ്പടി തന്നെയാണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. ഈ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള എല്ലാ കാര്യവും ദൈവം ഉടമ്പടിയായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഉടമ്പടിയോട് ദൈവം മോസസിനോട് ചെയ്യുമ്പോൾ അതിനും രണ്ട് ഒരു നിബന്ധന ഉണ്ടാവും, ഒരു നിയോഗം ഉണ്ടാവും. നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടി എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് ഐശ്വര്യവും ആയുസ്സുമാണ്. ഐശ്വര്യവും ആയുസ്സുമാണ്. അതല്ല മനുഷ്യന് വേണ്ടത് ഭൂമിയിലെ. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് എപ്പോഴും ഐശ്വര്യവും ആയുസ്സും. അതുകൊണ്ട് പക്ഷേ അതിന് നേടാൻ വേണ്ടി കുറച്ച് നിബന്ധനകൾ പറയും. മോസസിനോട് എന്താ പറഞ്ഞത്? നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണം. അതാണ് ഐശ്വര്യവും ആയുസ്സും. അതല്ലേ? നീ ഇപ്പം നമ്മൾ 26 വായിക്കുമ്പോൾ മോസസിന് കൊടുത്ത ഉടമ്പടിയാണല്ല പുറപ്പാട് 26 ഉള്ളത്. 21 തൊട്ടുണ്ട്. 25, 6 വരുമ്പോൾ ദൈവം പറയും നീ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കണം. ഭൂമിയിൽ എന്താണ്? അപ്പോൾ ഐശ്വര്യവും ആയുസ്സും. നമ്മളെല്ലാം അന്വേഷിക്കണത് എന്താണ്? ഐശ്വര്യവും ആയുസ്സും. അതുകൊണ്ട് നിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. അതാണ് സാധാരണ നിബന്ധന. ഇതെല്ലാം അങ്ങനെയാണ്. എല്ലാം ബൈബിളിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ്. ഐശ്വര്യവും ആയുസ്സും പറഞ്ഞപ്പോൾ ദൈവം ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ ഒരു നിബന്ധന പറയും. അപ്പോൾ ഈ നിബന്ധന നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മോസസിൻ്റെ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഈശോൻ്റെ കാലം വരെ വരും. അപ്പോൾ ഈശോൻ്റെ കാലം വരെ വരുമ്പോൾ ഈശോ നിത്യതയാണ് ഈശോ വാഗ്ദാനമായിട്ട് നൽകണത്. നിത്യമായി ഈശോൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റതുപോലെ ഈശോൻ്റെ കൂടെ ജീവിക്കാനുള്ള നിത്യതയാണ് വാഗ്ദാനം. അതിനെന്താണ് നിബന്ധനയായിട്ട് പറയണത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിബന്ധന അതാണ് ഈ കൂദാശ, സ്നേഹത്തിൻ്റെ കൂദാശയായി വരണത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ആ നിത്യതയുടെ മഹത്വം മങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഉടമ്പടിയുടെ ഉദ്ദേശം പൊതുവായിട്ട് ഒരു ദൈവികമായ പദ്ധതിയാണ് ഉടമ്പടി. നമുക്ക് ഉടമ്പടി പദ്ധതിയും പ്രയോഗവും എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്കുണ്ട്, 300 പേജുണ്ട്. ഉടമ്പടി പദ്ധതിയും പ്രയോഗവും. അതുകൂടി വായിക്കണമെങ്കിൽ എല്ലാവരും വായിക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് മേടിക്കാം. ദാറ്റ്സ് ഓക്കെ. അത് ഓവറായി. ഇനി നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. ഇതാണ് പൊതുവെ ഉടമ്പടിയുടെ ഒരു ബൈബിൾ ഘടന. അതുകൊണ്ട് തന്നെ ഇത് ബിബ്ലിക്കൽ പ്രെയറാണ്.
അതുകൊണ്ടാണ് KCBC തിയോളജിക്കൽ കമ്മീഷൻ ഈ പ്രെയർ അക്സെപ്റ്റ് ചെയ്തതിൻ്റെ കാരണം അതാണ്. സഭയിൽ പുതിയൊരു പ്രെയർ വരുമ്പോൾ സഭ അത് പഠിക്കും. തിയോളജിക്കൽ കമ്മീഷനാണ് അത് പഠിക്കുന്നത്. അതിൻ്റെ തിയോളജി എന്താണെന്ന് നോക്കും. അത് കത്തോലിക്ക തിയോളജിക്ക് വിരുദ്ധമാണെന്ന് നോക്കും, ക്രിസ്ത്യൻ തിയോളജിക്ക് വിരുദ്ധമാണെന്ന് നോക്കും. അങ്ങനെ എല്ലാം നോക്കിയിട്ട് സഭ ഈ വിഷയത്തിന് തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ചക്കാലക്ക് തന്നെയാണ് ഇതിന് ആ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇനി ഫസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞു. സെക്കൻഡ് പോയിന്റിലേക്ക് വരുന്നത് നമ്മളിവിടെ നടത്തുന്ന ഉടമ്പടി എന്താണ്, അതാണ് സെക്കൻഡ് പോയിൻ്റ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഉടമ്പടി എന്താണ്? നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഉടമ്പടിയുടെ പേര് മരിയൻ ഉടമ്പടി എന്നാണ്. മരിയൻ ഉടമ്പടി. എന്താണ് മരിയൻ ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ, എന്താ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇതൊരു എഗ്രിമെൻറ്റാണ്. ബേസിക്കായിട്ട് എന്താണ് എഗ്രിമെൻറ്റ്? ഇപ്പോൾ നമ്മൾ സ്ഥലം എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് കൊടുത്തതിന് തെളിവ് വേണ്ടേ? നമുക്കൊരു സ്ഥലം തരാമെന്ന് പറഞ്ഞതിന് തെളിവ് വേണ്ടേ? അതിനാണ് നമ്മൾ മുദ്രപത്രം മേടിച്ചിട്ട് 10,000 രൂപ കൊടുത്തേക്ക് ഒരു അഡ്വാൻസ് കൊടുത്തിട്ട്, ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്യും. ഇതാണ് കരാറ്. അപ്പോൾ മനുഷ്യന്മാരും തമ്മിലുള്ള സമ്മതത്തിനാണ് കരാറെന്ന് പറയണത്. പക്ഷേ ബൈബിളിൽ കരാറെന്ന് പറയത്തില്ല. കാര്യം ഇതിൻ്റെ ഒരു കക്ഷി ദൈവമാണ്. അതാണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം. അല്ല കരാറെന്ന് പറഞ്ഞാൽ മതി, മരിയൻ കരാറെന്ന് പറഞ്ഞാൽ മതി. ഇതിൻ്റെ ഒരു കക്ഷി നമ്മളും, ഒരു കക്ഷി ആരാണ്? ദൈവവുമാണ്. അപ്പം നിങ്ങളെ ദൈവവുമായിട്ട്, പക്ഷേ ഈശോയുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. മരിയൻ പറഞ്ഞ മാതാവുമായിട്ടല്ല കേട്ടോ. അതായത് ഈശോയുമായിട്ടാണ് നിങ്ങൾ ഉടമ്പടി ചെയ്യണത്. അത് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ അതെന്ത് ജാതിക്കാരായാലും എന്ത് മതത്തിലായാലും അതൊന്നും ഉടമ്പടിക്ക് പ്രശ്നമല്ല. ഉടമ്പടി ജനങ്ങളെ മൊത്തമായിട്ടാണ് കാണുന്നത്. ആർക്കെല്ലാം എന്തെല്ലാം വിഷമതകളുണ്ട് അവർക്കെല്ലാം ഉടമ്പടി ചെയ്യാം. ഏതെല്ലാം സാഹചര്യത്തിൽ ഇരുന്നാലും ഉടമ്പടി ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു പ്രത്യേക ഇപ്പം നിങ്ങൾ വിവാഹം കഴിച്ചു, പ്രത്യേകത നിങ്ങൾ പിരിഞ്ഞു, എന്നിട്ട് നിങ്ങൾ വേറെ ഒരു പുരുഷൻ്റെ സ്ത്രീയുടെ കൂടെ ജീവിക്കുകയാണെന്ന് വിചാരിച്ചോ. പക്ഷേ കുർബാനയ്ക്കത് പ്രോബ്ലമാണ്, പക്ഷേ ഉടമ്പടിക്കത് പ്രശ്നമല്ല. പക്ഷേ ഉടമ്പടി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഉടമ്പടി താഴെ എഴുതണം. 6ാമത്തെ കാര്യമാണ്, കർത്താവേ മരിക്കണ മുമ്പ് കൂദാശ ചെയ്യാൻ ഇടയാക്കണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അത്രയേ ഉള്ളൂ കാര്യം. മരിക്കണ മുമ്പ് കൂദാശ ചെയ്യാനും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്ഥാനപ്പെടുത്താനും. കാര്യം നിത്യതയാണല്ലോ പിന്നെ വിഷയം. ഇപ്പോഴേ നമ്മൾ ഈ എങ്ങനെ ജീവിച്ചാലും ഒരു 70 വയസ്സ് കഴിയുമ്പോൾ ഈ എൻ്റെ ഓഫ് ദി പാർട്ട് 14 ഓടുമ്പോഴാണ് നമ്മൾ ഓടിച്ചതൊക്കെ വെറുതെ ആണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ പിന്നെ ദൈവം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നിത്യത എന്നുള്ള വിഷയമുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം, കർത്താവ് ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടുപോയി, 2-3 അബോർഷൻ സംഭവിച്ചു പോയി. അപ്പോൾ ഇങ്ങനെ സംഭവിച്ച എന്നെ പ്രത്യേക പാപം ചെയ്തു തന്നെ ചെയ്തായിരിക്കും. പക്ഷേ ഉടമ്പടി വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ വിശുദ്ധീകരിക്കണമേ, ഞാനിത് ആവർത്തിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആ ദൈവതിരുസന്നിധിയിൽ, കാര്യം ഉടമ്പടിക്ക് വിശുദ്ധീകരണം ഉണ്ടല്ലോ, എൻ്റെ മുമ്പാകെ നിൽക്കണം, പിന്നെന്താണ് വിശുദ്ധിയിൽ വ്യാപരിക്കണം. അപ്പം അതുകൊണ്ട് ആ വിശുദ്ധിയുടെ കണ്ടൻറ്റ് എപ്പോഴും മുൻതൂക്കം കൊടുത്തിട്ട് ആണ് നിങ്ങൾ ഉടമ്പടിയെ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ നിവൃത്തിയില്ലെങ്കിൽ പോലും, നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കണമെന്ന് വിചാരിച്ചോ, പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കണം, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. അപ്പം ആഗ്രഹിച്ചിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപപ്പെട്ട് പാപത്തിൻ്റെ കാഷ്വാലിറ്റി മിനിമൈസ് ചെയ്ത് വരണം. അല്ല ബോധപൂർവ്വം പാപം ചെയ്ത് കൂട്ടരുത്. കുടിയാൽ പിന്നെ വിളക്കാൻ തേക്കണ പാണ്ടാവും. അപ്പം അതൊരു നിലപാടാണ്, ഒരു അപ്രോച്ചാണ്, ഒരു സമീപനമാണ്. ഉടമ്പടിയോടുള്ള ഒരു വ്യക്തിയുടെ ആധ്യാത്മികമായ ഒരു സമീപനമാണ്. നമ്മൾ ചെയ്യുന്ന ഉടമ്പടി എന്താ? മരിയൻ ഉടമ്പടിയാണ്. എന്താണ് മരിയൻ ഉടമ്പടി? മരിയൻ ഉടമ്പടി നമ്മൾ ഒരു കക്ഷി, ഈശോ ഒരു കക്ഷി, നമ്മൾ ഈശോയോട് ചെയ്യണ ഉടമ്പടിയാണ്, അല്ലേ? ഈശോയുടെ വചനപ്രകാരം ജീവിച്ചു കൊള്ളാവുന്നു. അപ്പോൾ പിന്നെ എന്തായാലും മരിയൻ എന്ന് വിളിക്കാൻ കാരണം എന്താ? മരിയനാണല്ലോ ഇപ്പോൾ പറക്കണത്. ഈ അനുഭവവും അതിശയവും മുഴുവൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുട്ടി, കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്താണ്? ഒരു കുട്ടി അതായത് കൺട്രാക്ഷൻ സംഭവിക്കാൻ, കുട്ടി മരിക്കുക വെച്ചാൽ ഗർഭമാണ്, പക്ഷേ ചാടുന്നു, വയറ്റിൽ നിന്ന് ചാടിപ്പോണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ട് ഡോക്ടറിനത് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, കുട്ടിക്ക് വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുട്ടി മരിക്കണ കണ്ടീഷൻ ആകുമ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ ഡോക്ടർ എന്താ ചെയ്യണത്? ഒരു കൃപാസനം പത്രം എടുത്ത് കൊടുക്കും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് കുഞ്ഞിനെ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. അവരാദ്യമായിട്ടാണ് കൃപാസനത്തിനെക്കുറിച്ച് കേൾക്കുന്നത്. അവരവിടെ ഗർഭിണിയായിട്ട് ചെന്നതല്ലേ, കൊച്ച് പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡും പോയിക്കൊണ്ടിരിക്കുന്നത്, കൊച്ചിന് വെയിറ്റ് ഇല്ലാതിരിക്കുന്നു.
ഈ പത്രം കിട്ടിയവർ സാക്ഷ്യം വായിക്കുന്ന ആ സമയം കൊണ്ട് ബ്ലീഡിങ് സ്റ്റോപ്പാകും. അതാണ് വിഷയം. പത്രം വായിച്ച് സാക്ഷ്യം വായിച്ച് മാറ്റുന്ന സമയം കൊണ്ട് ബ്ലീഡിങ് സ്റ്റോപ്പാകും. പിന്നീട് ഒരിക്കലും ബ്ലീഡിങ് ഇല്ല. അവരാ കൊച്ചിനെയും കൊണ്ട് വരുമ്പോൾ കൊച്ചിനെ എടുത്ത് അരയെ വെച്ചുകൊണ്ടാണ് വരുന്നത്, മിടുക്കനായ ഒരു ആൺകൊച്ച്. ഇത്രയും സ്പീഡാണ്. അതാണ് ഈ മരിയൻ കണ്ടൻ്റ് എന്ന് പറയണത്. അതാണ് മരിയൻ കണ്ടൻ്റ് എന്ന് പറയണത്. നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം ശ്രദ്ധിച്ച് നോക്കണം. അമ്മ മാതാവ് അപ്പോൾ എന്തുകൊണ്ടാണ് മരിയൻ വരണത്, എന്താണ്, എങ്ങനെയാണ് മരിയൻ വരാൻ കാരണം എന്താണെന്ന് മരിയൻ മരിയൻ്റെ കണ്ടൻ്റ് എന്താണ്? മരിയൻ നമ്മുടെ ഉടമ്പടിയുടെ മധ്യസ്ഥയാണ്. പിടിയോ? മരിയൻ നമ്മുടെ ഉടമ്പടിയുടെ മധ്യസ്ഥയാണ്. നമ്മൾ ഉടമ്പടി ചെയ്യുന്ന ആരോടാണ്? ക്രിസ്തുവിനോട്. അതിൻ്റെ മധ്യസ്ഥയും സാക്ഷിയുമാണ് പരിശുദ്ധ അമ്മ. എന്തുകൊണ്ടാണ് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി വരാൻ കാരണം? എന്നതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ അച്ഛനായ കാലം മുതൽ ഫോളോ ചെയ്യണത് പരിശുദ്ധ അമ്മയുടെ സ്പിരിച്വാലിറ്റിയാണ്. ഇപ്പോൾ 87 എന്തുകൊണ്ടാണ് മരിയൻ കൃപാസനമായിട്ട് ഇങ്ങനെ ഇഴ പിരിയാതെ പോണതിൻ്റെ കാരണം ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് പെട്ടെന്ന് പറയാം. 87 മരിയൻ ഇയർ ഉണ്ടാക്കി. ആര്? ജോൺ പോൾ മാർപ്പാപ്പ മരിയൻ ഇയർ പ്രഖ്യാപിച്ചു. അപ്പം ഞാൻ ആ മരിയൻ ഇയർ പ്രഖ്യാപിച്ചതോടുകൂടി എൻ്റെ ഇടവകയിൽ അന്ന് എൻ്റെ ഇടവകയിൽ 1400ഓളം കുടുംബങ്ങളുണ്ട്. വിചാരിച്ചാൽ ഭയങ്കര പ്രായമാണ്. ഞാനാണ് അന്ന് അവിടുത്തെ കൊച്ചച്ഛൻ. അപ്പം ഞാൻ ഈ മാതാവിൻ്റെ മരിയൻ ഇയറിൽ മാതാവിൻ്റെ രൂപം വഹിച്ചുകൊണ്ടുള്ളൊരു ഘോഷയാത്ര വന്നായിരുന്നു. അപ്പം ഞാൻ ഈ മാതാവിൻ്റെ രൂപം സ്വീകരിക്കാൻ വേണ്ടി 1.5-2 മാസം കൊണ്ട് എല്ലാ ഇടവകയിലും ഇറങ്ങി ഞാൻ പ്രവർത്തിച്ച്, എല്ലാ വീട്ടിലും പോയി പ്രവർത്തിച്ച് അവരെ കൊണ്ട് അമ്മയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കി 1.5 മാസം കൊണ്ട് ഞാൻ സ്വീകരിച്ച്. എൻ്റെ ഇടവക്കാർ 7000 പേരുണ്ടായിരുന്നു. 7000 പേരും റോഡിൽ വന്ന് ഭയങ്കര പരിചമുട്ടുകളിയും ഡാൻസും ഭയങ്കര പാട്ടും ജവമാല രാത്രി മുഴുവനും ഒരു മരിയൻ മയമായിരുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ ധ്യാനിപ്പിക്കാൻ പുറത്തേക്ക് പോയി. ഇടുക്കിയിൽ പുളിയമ്മലയിൽ. അത് കുറേ വർഷങ്ങൾക്ക് 87 അന്ന് തൊട്ടാണ് ശുശ്രൂഷ തുടങ്ങണത്. മരിയൻ ശുശ്രൂഷയാണ്. അപ്പം അന്നോടുകൂടി എനിക്ക് പുറത്തേക്ക് പോയി ശുശ്രൂഷ. ഞാൻ കാരിസ്മാറ്റിക് ധ്യാനം കൂടി വന്ന ആളല്ല, മറിച്ച് മാതാവിയെന്നും പറഞ്ഞ് പുറകെ നടന്നപ്പോൾ അമ്മയുടെ സ്പിരിച്വാലിറ്റിയാണ്. അതാണ് ഈ ധ്യാനകേന്ദ്രം മറ്റു ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യാസം വരുന്നതിൻ്റെ കാരണം അതാണ്. അതായത് അതിനുശേഷം പിന്നീട് ഒത്തിരിയേറെ ധ്യാനങ്ങൾ നടന്ന് കടലിൽ ധ്യാനം നടത്തി. 10 കൊല്ലം കടലിൽ ധ്യാനം നടത്തി. അതെന്താ വെച്ചാൽ സുവിശേഷ പ്രഘോഷ ദശകം ആയിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചപ്പോൾ തീരദേശത്തിൻ്റെ വിശുദ്ധീകരണത്തിനും കടലിലെ വിശുദ്ധീകരണത്തിനും വേണ്ടി വള്ളക്കാരെയും ബോട്ടുകാരെയും കടലിൽ വിളിച്ചു കൂട്ടി 10 കൊല്ലം ധ്യാനം നടത്തി. അപ്പോൾ 2000 ഈ 2000 കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു കമ്പ് കുഴിച്ചിട്ട് കാറ്റാടിയുടെ കമ്പിൽ ഒരു ടോർച്ച് പോളൊക്കെ കെട്ടിവെച്ച് അതിൽ അവിടുത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ചെറുതായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പ ജപമാല വർഷം പ്രഖ്യാപിച്ചു 2003. ഞാൻ പരിശുദ്ധ അമ്മയെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇവിടെ കാറ്റാടി കമ്പ് കുടിച്ചിട്ട് ചെറിയൊരു ഈ ടർപ്പോള പന്തലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു അവിടെ ഒക്ടോബർ 25 അന്ന് മുതൽ ഞങ്ങൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വരും, അമ്മ അവരെയൊക്കെ സഹായിക്കും. അങ്ങനെ പോയി. അപ്പോൾ അതോടുകൂടി ഞങ്ങളിവിടെ ഒരു കാര്യം ചെയ്തത്, ഇത് അന്ന് ഈ കെട്ടിടങ്ങളൊന്നുമില്ല, ഇത് മാത്രമുണ്ട്, ഇതുണ്ട്, പക്ഷെ അത് തേക്കാത്ത കാലമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ 12 തുണി നാട വാങ്ങിച്ച് വലിയ തുണി വലിയ വീതിയുള്ള തുണി വാങ്ങിച്ച് 12 അപ്പോസ്തലന്മാരുടെ പ്രതീകത്തിൽ ഒരു കൂടാരം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇരുന്ന് ഞങ്ങൾ ഈ ജപമാല വർഷം മുഴുവനും 360 ദിവസം 3-ാം തീയതി തൊട്ട് ഒക്ടോബർ 25 തൊട്ട് മാതാവിനെ പ്രതീക്ഷിച്ച 2003 ഒക്ടോബർ തൊട്ട് 2004 ഒക്ടോബർ വരെ 365 ദിവസം, ഒരു വർഷം മുഴുവനും 24 മണിക്കൂറും ജപമാല ചൊല്ലി. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഈ കൃപാസനത്തിന് കടലോര കൺവെൻഷൻ്റെ കാലത്ത് ആ കൺവെൻഷന് കുറേ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ടായിരുന്നു. കൊച്ചി മുതൽ ആലപ്പുഴ വരെ ഉണ്ടായിരുന്നു. ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ രാത്രിയും പകലും വന്ന് ഈ കൂടാത്ത് ഇരുന്നു കൊണ്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പോയി കഴിയുമ്പോൾ പകൽ വേറെ ആൾക്കാർ വരും. അങ്ങനെ 365 ദിവസവും ജപമാല ചൊല്ലി. അങ്ങനെ 2004 അപ്പോഴും ആൾക്കാർ പ്രാർത്ഥനയ്ക്കൊക്കെ വരികയും അവർക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്ത് ഞങ്ങൾ 2004 ഒക്ടോബറിൽ ഈ മരിയൻ വർഷം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ധ്യാനം നടക്കണമല്ലോ, ആദ്യ ചൊവ്വാഴ്ച ധ്യാനം നടക്കും. ആ ആദ്യ ചൊവ്വാഴ്ച ധ്യാനത്തിൽ നവംബറായി
ഒക്ടോബർ, നവംബറായി, ഡിസംബറായി. ഡിസംബർ 7-ാം തീയതി അത് ചൊവ്വാഴ്ച ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവിടെ എന്തോ ആൾ നിൽക്കണ പോലെ എനിക്ക് തോന്നി. കപ്പേരാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞ് താഴെ ഇറങ്ങി നിന്ന് ആരാധന നടക്കുന്ന സമയമാണ്. താഴെ ഇറങ്ങി നിൽക്കാൻ പറഞ്ഞില്ല. ഞാൻ തിരികെ കാണുന്നത് ഇതുപോലെ സിൽവർ ഗിരയിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ നെഞ്ചിൽ നമ്മൾ ഹൃദയമല്ല, അതിന് പകരം ക്ലോക്കാണ് ഇരിക്കുന്നത്. അതായത് ഒരു സമയഘടികാരമാണ്. 10:08 സൂചി കാണിക്കണം. അപ്പം ഞാൻ ഉടനെ ആൾക്കാർ ദേ അമ്മ നിൽക്കണ നെഞ്ചിലൊരു ഘടികാരം പോലെ ഒരു ക്ലോക്ക് കാണിക്കണേ, 10:08 സൂചി കാണിക്കണം, എന്തോ ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഉണ്ടായ പ്രത്യക്ഷപ്പെടൽ. അതോടുകൂടി അമ്മ മാഞ്ഞും പോയി. പക്ഷേ നമ്മളൊരിക്കലും അങ്ങനെയുള്ള മാതാവ് നിങ്ങളും കണ്ടിട്ടില്ലല്ലോ, ഞാനും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള മാതാവിനെ സിൽവർ ഗ്രേയിൽ. പക്ഷേ സമയഘടികാരമാണ്. ഇപ്പോൾ ഇവിടെ വിമലഹൃദയാണ് കാണിച്ചിരിക്കണേ. സമയഘടികാരം വെക്കണമെങ്കിൽ സഭ ആ പ്രത്യക്ഷീകരണം അംഗീകരിക്കണം. അതിനാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെന്ന് പറയണത്. സഭ അംഗീകരിച്ചാൽ മാത്രമേ അൾത്താരയിൽ ആ രൂപം വെക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി അപ്പുറത്തെ മുറി വെച്ചിരിക്കുന്നത് സമയഘടികാരത്തിൻ്റെ ഇത്. അപ്പോൾ അന്ന് ഞങ്ങൾ വൈകുന്നേരം എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ ഞങ്ങളുടെ ഈ പ്രത്യക്ഷീകരണം ചർച്ച വന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പ്രാർത്ഥിക്കണം എന്നാണല്ലോ അമ്മ പറഞ്ഞത്. 120 ഗ്രൂപ്പുകാരെ വിളിച്ചിട്ട് ഞങ്ങൾ 1/2 കിലോ ഉള്ള 60 കിലോ തിരി വാങ്ങിച്ച് അവർക്ക് കൊടുത്ത്. എന്നുവെച്ചാൽ 1 കിലോ ഒരു തിരി 1/2 കിലോ പച്ച നിറമുള്ള തിരിയാണ്. ഇപ്പം നിങ്ങൾക്ക് ആ പച്ച നിറത്തിന് ഓർമ്മ വരാൻ വേണ്ടിയാണ് ഉടമ്പടിയുടെ ഒരു തിരി പച്ചത്തിരിയാണ്. അത് അന്നത്തെ തിരിയാണ്. അന്ന് അമ്മ പച്ചത്തിരി വാങ്ങിക്കാൻ പറഞ്ഞതല്ല, മാർക്കറ്റിൽ പോയപ്പോൾ ആ തിരിയാണ് കിട്ടിയത്. അങ്ങനെ വന്ന സംഭവമാണത്. പക്ഷേ പച്ച ഫോളോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ ആധ്യാത്മിക ചരിത്രത്തിലൂടെ ഈ പച്ച ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവർ ഈ തിരി വെഞ്ചരിച്ച് ഞാൻ ഇതുപോലെ ഈ പീഠം എന്ന് വേറെ ഒരു മരത്തിൻ്റെ പല ഇത് മേശാനുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങളിത് വെഞ്ചരിച്ച് കൊടുക്കും. വെഞ്ചരിച്ച് കൊടുത്തിട്ട് അവരോട് പറയും നിങ്ങൾ കടലറ്റത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചോളാൻ പറയും. പക്ഷെ കടലറ്റത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടില്ല. ഈ ഗ്രൂപ്പുകാരെല്ലാം കടലറ്റത്ത് ഉള്ളതും പകുതിയോളം കടലറ്റത്തുള്ളവർ, കാരണം കടലോര കൺവെൻഷൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ചിന്തിച്ചത് പക്ഷേ അവർ കടലറ്റത്ത് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കടലറ്റത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചത് ഞാൻ കൊടുക്കണ 23-ാം തീയതി, ഡിസംബർ 23-ാം തീയതിയാണ്. 23-ാം തീയതി 2004 തിരി കൊടുക്കുക. കാരണം ഡിസംബർ 23-ാം തീയതി കൊടുക്കാൻ കാരണം എൻ്റെ പട്ടക്കല്യാണം നടന്നത് 23-ാം തീയതി. അപ്പം എൻ്റെ വാർഷിക കുർബാനയാണ്. അവരാ തിരി വെഞ്ചരിച്ചുകൊണ്ട് പോയെങ്കിലും അവരെ അവിടെ പോയി പ്രാർത്ഥിക്കണം. 24-ാം തീയതി തൊട്ട് ക്രിസ്മസ് നൈറ്റ് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രാർത്ഥിച്ച് 25, 26 ആയപ്പോഴാണ് സുനാമി വരണത്. അതോടുകൂടി ഞാൻ പിന്നെ സുനാമി ക്യാമ്പിലോട്ട് പോയി. കാര്യം ഭയങ്കരമായ അപകടങ്ങൾ കൊണ്ട് 2 പേരും മരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ സുനാമി ക്യാമ്പെല്ലാം പിരിച്ചു വിട്ടപ്പോൾ പിന്നെ ഒരു 3 മാസമായി അത് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി. കാര്യം ഈ ഞാനോർത്ത് അമ്മ പറഞ്ഞത് സുനാമിയുടെ കാര്യമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ സുനാമി കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തില്ല. കാര്യം ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടെന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ കാനലോയിലൊക്കെ അനുവാദമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ സഭയുടെ ഡയറക്റ്റ് അംഗീകാരം വേണം, അല്ലാതെ നമുക്ക് അങ്ങനെ ഒന്നും പറയാനൊന്നും അനുവാദമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വെച്ചാൽ പറഞ്ഞെങ്കിൽ പറയുന്ന ആൾ ചുമ്മാ ധനകേന്ദ്രമായതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആൾക്കാരെ കൂട്ടാനുള്ള വല്ല തട്ടിപ്പ് പരിപാടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ എന്നെ സസ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല ഈ വിഷയം. പക്ഷേ എൻ്റെ മരിയൻ തപസ്സിനൊക്കെ ഞാൻ പറയുമായിരുന്നു, എൻ്റെ അനുഭവങ്ങൾ പറയുക, അമ്മയെ കണ്ടതും അമ്മ പ്രത്യക്ഷപ്പെടുകയൊക്കെ ഞാൻ പറയും. അതെൻ്റെ സ്വകാര്യമായ സാക്ഷ്യം പോലെ പറയണതാണ്. പക്ഷേ ഇങ്ങനെ സാക്ഷ്യം അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ സാക്ഷ്യത്തിൻ്റെ രീതി മാത്രമായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. പിന്നീട് എനിക്കൊരു ഡോക്ടറേറ്റ് കിട്ടി. ഡോക്ടറേറ്റ് എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ഈ 87 നമ്മുടെ ആധ്യാത്മിക ശുശ്രൂഷ ചെയ്യണ സമയത്ത് തന്നെ മാതാവ് എനിക്ക് ഈ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നായിരുന്നു. 87 വന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. നമുക്ക് പരിചയം ഇത് ചവിട്ടിൻ്റെ മാർഗ്ഗങ്ങളിൽ മാത്രമേ നമുക്കറിയാൻ പാടുള്ളൂ. പക്ഷേ പുത്തമ്പാന, അമ്മാനം, ദേവാസ്തവിളി, പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, ചവിട്ട് നാടകം, അങ്ങനെ 9 കലകൾ സഭയ്ക്കുണ്ട്. ഇതെല്ലാം വീണടിഞ്ഞു പോയതാണ്, മൺമറഞ്ഞു പോയ സംഭവം പുനർജീവിപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ 87 മുതൽ ഇവരുടെ പഴയ ആശാന്മാരെ വിളിക്കുകയും
പുതിയ പിള്ളേരെ അത് പഠിപ്പിക്കുകയും അവർക്ക് ചർച്ചകൾ നടക്കും, സെമിനാർ നടക്കും, കൺവെൻഷൻ നടക്കും കലാകാരന്മാരുടെ. അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ നടത്തിയതിൻ്റെ പേരിൽ ഇത് ഡോക്യുമെൻറ്റേഷൻ ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ വന്നു. അങ്ങനെ ഇത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാൻ തുടങ്ങി. കാര്യം ഇതിൻ്റെ ഡയറക്ടറി ഇറക്കണം, പിന്നെ എൻസൈക്ലോപ്പീഡിയ ഇറക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിക്ഷണറി ഇറക്കണം. കാര്യം ഇത് ഭയങ്കര പൈതൃകങ്ങളാണ്, ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പൈതൃകമാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നിങ്ങളിതിൻ്റെ അകത്ത് ഇതിൻ്റെ മ്യൂസിയം ഉണ്ട്, ഇന്ത്യയിൽ ആകപ്പാടെയുള്ള കോസ്റ്റൽ ഫ്ലോക്ക് മ്യൂസിയമാണിത്. ഇപ്പോൾ നമ്മൾ സ്കൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിണറായി ഗവൺമെൻറ് എനിക്ക് 50 ലക്ഷം രൂപ തന്ന് സ്കൂൾ ചെയ്യാൻ വേണ്ടി, കാശ് ഇങ്ങോട്ട് തന്ന്. അതിന് 2.25 കോടി രൂപ വേണം. പക്ഷേ എന്നാലും വർക്ക് ഒരു കാൽഭാഗത്തോളം വർക്ക് കഴിഞ്ഞു. ഗവൺമെൻറ് തന്നെയാണ് വർക്ക് ചെയ്തു തരണത്. അപ്പോൾ മാതാവ് കൂടെ നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യം നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അമ്മ കൂടെ നിൽക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു ഗവൺമെൻറ് ഇങ്ങോട്ട് കാശ് തരേണ്ട കാര്യമുണ്ട് സ്കൂൾ പണിയാൻ വേണ്ടി. അപ്പം അങ്ങനെ അപ്പോൾ ദൈവം നിങ്ങളുടെ വിഷയം ഏറ്റെടുത്താൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അമ്മ ചോദിച്ച ചോദ്യമാണത്, എങ്ങനെ സംഭവിക്കുമെന്ന്. അത് ഞാൻ പിന്നീട് അതിലേക്ക് വരാം. അതാണ് ഉടമ്പടിയുടെ കാതൽ എന്ന് പറയുന്നത്. എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ ദൈവം അത് സംഭവിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശക്തിയും നിങ്ങൾക്ക് തന്നിരിക്കും. അത് ഉടമ്പടിയുടെ ഒരു ഗ്രേസാണത്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻസൈക്ലോപ്പീഡിയ എഴുതി. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്ന്. അങ്ങനെ കേരളത്തിൽ ഒരാൾക്ക് കൊടുക്കുകയുള്ളൂ 1 വർഷം. ഡൽഹിയിൽ നിന്ന് എനിക്ക് ഈ എൻസൈക്ലോപ്പീഡിയയുടെ ഫോർമാറ്റ് കാണിച്ചപ്പോൾ തന്നെ ആ പ്രോജക്റ്റ് അവർക്ക് വിസിബിളായിട്ട് എനിക്ക് സീനിയർ ഫെലോഷിപ്പ് തന്നു. അതൊരു അവാർഡിനേക്കാൾ വലിയ സംഭവമാണ്. അവാർഡിൻ്റെ 2.5 ലക്ഷം രൂപ കൂടി ഗവൺമെൻറ് തരുന്നു ഡൽഹിയിൽ നിന്ന്. എന്നിട്ട് ഈ വർക്ക് പ്രൊസീഡ് ചെയ്യാൻ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കേരളം മുഴുവൻ പോയി ചുറ്റി സഞ്ചരിച്ച് 10 വർഷം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എൻസൈക്ലോപ്പീഡിയ ഉണ്ടാക്കി. ഇപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ആയി. ആ ഇംഗ്ലീഷ് വെർഷൻ, ഈ മലയാളം വെർഷൻ എൻസൈക്ലോപ്പീഡിയ ഞാൻ തഞ്ചാവൂർ സബ്സ്റ്റോൺ കൾച്ചർ സെൻറ്ററിൽ ചെന്നിട്ട് എനിക്ക് മധുരയിലേക്ക് ഒരു ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിക്ക് അത് ആ എൻസൈക്ലോപ്പീഡിയ കൊടുത്തു. അവരെനിക്ക് ദ്രാവിഡ കലകളിലെ എൻസൈക്ലോപ്പീഡിയ, ഇത്രയുമുള്ള സ്കോളാസ്റ്റിക് എൻസൈക്ലോപ്പീഡിയ, 800 പേജ് 600 പേജ് കൊണ്ട് പുസ്തകം. അപ്പം ഞാൻ 9000 പേജോളം എഴുതിയിട്ട് തിരുത്തിയിട്ട് പല കുറി തിരുത്തിയിട്ടാണ് ആ പുസ്തകം ആയത്. അപ്പം അതിനെനിക്ക് ഡോക്ടറേറ്റ് തന്നു. അത് ഡോക്ടറേറ്റ് ഭയങ്കര ഗംഭീര ഫംഗ്ഷനായിരുന്നു. അപ്പോൾ അത് മധുര യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തതല്ല, ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി, 9 തമിഴ് യൂണിവേഴ്സിറ്റികളുടെ അതവരുടെ ഹെഡ് ഓഫീസ് USA അവരാണ് എനിക്ക് ഡോക്ടറേറ്റ് തന്നത്. ഇതിൻ്റെ ഈ ദ്രാവിഡ കലകൾ അധികരിച്ചുകൊണ്ട്. അത് വാങ്ങിച്ച് ഞാൻ ഹോട്ടലിൽ അന്ന് രാത്രി താമസിക്കുകയാണ്. കാര്യം അവിടം വരെ നമ്മൾ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്തതെന്ന് അറിയത്തില്ല. ഈ മരിയൻ എയർ ലിഫ്റ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ കൂടെ അമ്മ മാതാവിൻ്റെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്ത് മാതാവിൻ്റെ കൂടെ യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതുപോലെയാണ് സംഭവിക്കുന്നത്. നോക്കിയാൽ ഞാൻ വന്ന വഴികൾ നീ കണ്ടില്ലേ. അതായത് എൻ്റെ ഒരു കഴിവിലല്ല, എൻ്റെ നോട്ട് ബൈ മെറിറ്റാണ്, എൻ്റെ മെറിറ്റിലല്ല ഈ സംഭവം. ദൈവത്തിൻ്റെ കൃപയിലാണ് ഈ സാധനം വർക്ക് ചെയ്യണത്. അത് നിങ്ങളുടെ എന്ത് ഇമിഗ്രേഷൻ ആയാലും നിങ്ങൾക്ക് IELTS എല്ലാ മൊഡ്യൂൾസും കഴിഞ്ഞ ദിവസം സാക്ഷ്യം എന്താണ്, 10 IELTS തോറ്റി. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് എൻ്റെ അവസാനത്തെ ഇതാണ്, ഇനി എനിക്ക് കാശ് മുടക്കാനില്ല. ഞാൻ പറഞ്ഞു നീ തോക്കത്തില്ല, മാതാവ് നിന്നെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളൊന്ന് ഇന്നലെ സാക്ഷ്യം പറഞ്ഞു. 10 IELTS എന്ന് പറയുമ്പോഴേ തോറ്റു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ പെൺപിള്ളേർ അല്ല ആൺപിള്ളേർ ഒരു IELTS നോക്കുമ്പോൾ തന്നെ എല്ലാം തകർന്ന് പോയി പറഞ്ഞിരിക്കണത്. 10 IELTS തോറ്റിരിക്കണത്. 10ാമത്തെ പ്രാവശ്യം ഉടമ്പടി ചെയ്യുന്നു. 11ാമത്തെ പ്രാവശ്യം അവൾ 11ാമത്തെ പ്രാവശ്യം ജയിക്കണതല്ല പ്രശ്നം. ജയിക്കുമ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ 11ാമത്തെ IELTS ആണിത്, അതിനാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇത് ജയിച്ച ഞാൻ തിങ്കളാഴ്ച വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഞായറാഴ്ച മറ്റാണ് അവർക്ക് റിസൾട്ട് വരുന്നത്. തിങ്കളാഴ്ച സാക്ഷ്യം പറയുന്നു. അപ്പോൾ തിങ്കളാഴ്ച പക്ഷേ അവൾക്കൊരു ഇൻ്റർവ്യൂ വന്ന് അവൾ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പോയി. പക്ഷേ അവൾ ബസ്സിൽ നിന്ന് വീണ്. നിങ്ങൾ ദൈവത്തെ പറ്റിക്കരുത്. കാര്യം കണ്ടു കഴിയുമ്പോഴേ പിന്നെ നിങ്ങളുടെ ആപ്പയുടെ സാഹചര്യം പോലെ ചെയ്യും. അത് പെൺപിള്ളേർക്കാണ് കൂടുതൽ അടിപ്പാൻ പറ്റുന്നത്. അതാണ് ഫ്രോഡെന്ന് പറയണത്. നിങ്ങളിങ്ങനെ കുറേ ദൈവത്തിൻ്റെ മുമ്പിൽ കുറേ കാര്യമൊക്കെ പറയുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടു പോയാൽ നിങ്ങളുടെ തനി സ്വഭാവം കാണിക്കും. അതോട് ദൈവം ചിലപ്പോൾ കാലെ പിടിച്ച് നിരത്തിട്ടെന്ന് വരും. അപ്പോൾ ഇല്ലാത്ത പണിക്കൊന്നും നിൽക്കരുത്. ദൈവത്തോട് വാക്ക് പറയുമ്പോൾ അതാണ് നേർച്ച നേരിടുകയെന്ന് പറയണത്.
നേർച്ച നേരരുത്, നേർന്നാലത് നിങ്ങൾ നടത്തിയിരിക്കണമെന്ന് പറയും. കാര്യം ദൈവമാണൊരു കക്ഷി. ഉടനെ അവൾ അത് തിരിച്ചു വന്ന ശേഷം ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ബുധനാഴ്ച അടുത്ത ദിവസം പറഞ്ഞ്. അപ്പം അവളുടെ അമ്മയും പറഞ്ഞ്, നീ എന്തിനാ അമ്മയെ പറ്റിച്ചതെന്ന് പറയും. ഉടനെ ഞാൻ വ്യാഴാഴ്ച പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അതോട് കറക്റ്റായിട്ട് അവൾ തീരുമാനിച്ച് പറഞ്ഞാണ്. അതുക്കുള്ളിൽ ഒരു ഇൻ്റർവ്യൂ നടന്ന് അപ്പം തന്നെ അത് പോസ്റ്റിംഗ് ആയി. അവൾ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ 10 പ്രാവശ്യം IELTS തോറ്റ്. വിദേശ ജോലിയാണേ, അല്ല നമ്മുടെ നാട്ടിലല്ലേ IELTS എഴുതണം, എന്തിനാ വിദേശ ജോലിക്കല്ലേ. പക്ഷേ ഇത് എത്ര പെട്ടെന്നാണ് ഈ സംഭവം നടക്കുന്നത്. 10 പ്രാവശ്യം IELTS തോറ്റപ്പോൾ ഇനി എഴുതണില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അവസാനത്ത് എനിക്ക് കാശില്ലെന്ന് പറഞ്ഞു പോയ ആളാണ് ഇനി എഴുതാൻ. അതുകൊണ്ട് അമ്മ മാത്രമേ എനിക്കുള്ളൂ, അമ്മ മാത്രമേ നിനക്ക് ഉള്ളെന്ന് നീ ചങ്കയെക്കൊണ്ട് പറയാം. ഭംഗിവാക്ക് പറയരുത്, അലങ്കാരം പറയരുത്, മറിച്ച് ചങ്കയെക്കൊണ്ട് പറയണം, അമ്മേ നീ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി എന്ന് പറഞ്ഞ് കരഞ്ഞു പോകണം. അല്ല ഇവിടുന്ന് എപ്പോൾ പോകാൻ പറ്റും, ക്ലാസ് എപ്പോൾ തീരുമെന്നും പറഞ്ഞുകൊണ്ട് കൈമരത്തിരുന്ന തന്നെത്താൻ മറന്നു പോകണമെന്നല്ലാതെ ഒന്നും നടക്കത്തില്ല. ഇപ്പം മാന്യമര്യാദയ്ക്ക് ഇവിടെ കൃത്യമായിട്ട് ഇരിക്കുക, പറയണ കേൾക്കുക, ചെയ്യണ കാര്യങ്ങൾ വൃത്തിയുണ്ടായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പം തന്നെ പോവുക. വെറുതെ എന്താ സമയം വേസ്റ്റ് ചെയ്യണത്? ഇത് വളരെ സീരിയസ് വിഷയമാണ്. നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ ആംബിയറാണ് കാര്യം. വിചാരിക്കുന്നേക്കാൾ ആംബിയർ എന്ന് പറയുമ്പോൾ അമ്മയുടെ കൂടെ നിങ്ങൾ സിൻസിയറായിട്ടാണ് നിൽക്കണത്, യേശുവിനെ അനുകരിക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്ന് പറഞ്ഞാൽ പിന്നെ എയർ ലിഫ്റ്റാണ്. ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എവിടെ വരെ കൊണ്ടുപോകുന്നൊരു പിടിയില്ല, അത്രയും പവറാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞ്, ഇത് നമ്മളിവിടം വരെ ഞാൻ രാത്രി ഹോട്ടലിൽ താമസിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിജയകുമാർ, തങ്കച്ചൻ, സണ്ണി, അവരൊക്കെയാണ് ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകണത്. ഞാൻ പറഞ്ഞു, നമ്മളിവിടം വരെ എങ്ങനെ എത്തിയെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അമ്മ പിടിച്ചുകൊണ്ട് വന്നതാണ്, അമ്മയാണ് കൈ പിടിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നാട്ടിലോട്ട് പോകണമെങ്കിൽ അമ്മയെ കാണാതെ പോകണ പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇവിടെ എവിടെയാണ്, മധുരയിലല്ലേ? മധുര എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ പോണതാണ് ഇടയ്ക്കൊക്കെ, പക്ഷേ വേറെ അതിൻ്റെ സ്ഥലങ്ങളൊന്നും അറിയാൻ പാടില്ല. ഇതെവിടെയെങ്കിലും മാതാവിൻ്റെ പള്ളി ഉണ്ടെങ്കിൽ നമുക്ക് പോയി മാതാവിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ വിജയകുമാർ കോയമ്പത്തൂരുകാരനാണ്. പുള്ളിനെ നമുക്ക് മാതാവിൻ്റെ പള്ളി ഇപ്പോഴത്തെ ഇവിടെ തന്നെ ഉണ്ട്, വാടിപ്പെട്ടി പോകാമെന്ന് പറഞ്ഞു. അപ്പം 30 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അവിടെ വരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജവമാലം ചൊല്ലി വാടിപ്പെട്ടി ചെന്നപ്പോഴാണ് പ്രശ്നമായിപ്പോയത്. ഞാൻ കൊതിയോടുകൂടി നന്ദി പറഞ്ഞ് കുറേ പണം കൊണ്ടേ അവിടെ നേർച്ചയിടാന്നൊക്കെ പറഞ്ഞ് പോയ ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചാൽ വേറെ എന്താ നമുക്ക് കൊടുക്കാമല്ലോ, ഒന്നുമില്ലല്ലോ, നമ്മുടെ ജീവിതം തന്നെ നേർച്ചയായിട്ട് കൊടുത്തിരിക്കുകയാണ്. അതല്ല, എന്നാലും നമ്മുടെ സന്തോഷത്തിന് അമ്മ ആർക്കെങ്കിലും കൊടുക്കട്ടെ. അവിടെ കുളിക്കാൻ പറ്റുന്നവർക്ക് സ്വാപ്പെങ്കിലും മേടിച്ച് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ഒത്തിരി പേര് കുളിക്കാൻ പറ്റുന്നു അവിടെ. അപ്പോൾ ഞാനങ്ങനെ പോയതാണ് അവിടെ. പക്ഷേ ചെന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെല്ലണതിന് വാതിക്കൽ ചെല്ലുമ്പോഴായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എൻ്റെ കൈയും കാലും തളർന്നു പോയി, ഷുഗർ അടിച്ച പോലെ തളർന്നു പോയി. ഇപ്പം ഷുഗർ അടിക്കണ പോലെ ഞാനിങ്ങനെ തളർന്നു പോകും. എന്നിട്ട് എനിക്ക് പള്ളി കയറാൻ പറ്റാതെ നിൽക്കും, തളർന്നവിടെ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും പോയി പ്രാർത്ഥിക്കും. അവിടെ കുർബാന അടങ്ങാൻ പോയി. ഇപ്പോൾ വിജയകുമാർ ദിവസം പറഞ്ഞ്, ഇത് കുർബാന അടങ്ങാൻ പോകണം, അച്ഛൻ കയറി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ, അപ്പോൾ അമ്മ എന്നോടൊരു മനസ്സിൽ എൻ്റെ ഒരു കാര്യം പറഞ്ഞ്, നിനക്കിവിടെ കയറാൻ അധികാരമില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ഇത് ഞാനൊരു നിഴൽമായം പോലെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്, പക്ഷെ നിൻ്റെ മുമ്പിൽ ഞാൻ ജീവനോടെയാണ് വന്നത്. സമയഘടികാരം ചെയ്യുന്ന വ്യക്തമായ കാറ്റഗോറിക്കൽ മെസ്സേജാണ് പറഞ്ഞിരിക്കുന്നത്. നീ അത് സഭയോട് പറഞ്ഞു, ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് അല്ലേ പറഞ്ഞത്. ഇപ്പം ഞാൻ വിചാരിച്ച സുനാമിയാണെന്ന്. സുനാമി അല്ലല്ലോ, സുനാമി കഴിഞ്ഞാണ് ചിക്കൻ ഗുനിയ വന്നതല്ലേ. എന്നാലും കഴിഞ്ഞ ദിവസം വീൽചെയർ ഇവിടെ ആൾ വന്നിരുന്നു, ചിക്കൻ ഗുനിയ വന്ന് പിടിച്ചതിൻ്റെ ഇന്നും രക്ഷപ്പെട്ടിട്ടില്ല. അതിനുശേഷം H1N1 വന്നത്, അതിൻ്റെ നിപ്പ വൈറസ് വന്നത്, അത് കഴിഞ്ഞാണ് പ്രളയം, രണ്ട് പ്രളയം വന്നത്, അത് കഴിഞ്ഞാണ് കോവിഡ് വന്നത്, അത് കഴിഞ്ഞാൽ ഒമിക്രോൺ വന്നത്, അത് കഴിഞ്ഞാൽ യുക്രൈൻ വാർ വന്നത്. 20,000 പേര് പോകുന്നില്ലേ കേരളത്തിൽ നിന്ന്? എല്ലാം ദുരന്തമാണ്. അപ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും കണ്ട് ചിന്തിച്ചില്ല. ദുരന്തങ്ങളുടെ ഒരു പെരുമഴയാണ് കേരളത്തിൽ വന്നത്. ഇത് നേരത്തെ സഭയോട് പറയണമായിരുന്നു. സഭയോട് പറഞ്ഞു, സഭ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കണമായിരുന്നു. നിർഭാഗ്യവശം ആ സഭയിൽ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല പ്രാധാന്യം, വേറെ ചില കാര്യങ്ങൾക്കാണ് പ്രാധാന്യമായ കാരണം വിഭാഗീയതയും തമ്മിലടിയും പോരും എന്തെല്ലാം സങ്കടകരമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലേ? നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ സഭയെ വിശുദ്ധീകരിക്കാനും സഭയെ അനവസരത്തിൽ ആവശ്യമില്ലാത്ത മത്സരങ്ങളും വൈരാഗ്യങ്ങളും ഉണ്ടാകുന്നത് സാത്താനികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് പ്രതിരോധിക്കണം നിങ്ങൾ. അല്ല ചുമ്മാ ആവശ്യമില്ലാത്ത പാരമ്പര്യത്തിൽ കുറ്റം കൊള്ളുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവമേ സഭയെ വിശുദ്ധീകരിക്കണമേ,
സഭയെ ശക്തീകരിക്കണമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോൻപെടുക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി നോൻപെടുക്കണം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം, സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, സഭയെ ശക്തീകരിക്കുക. കാര്യം സഭ ഇവിടെ നിലനിന്നില്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ രക്തത്തിന് വിലയുണ്ടാകണത്? കർത്താവിൻ്റെ പരിഹാരത്തിന് എങ്ങനെ വിലയുണ്ടാകും? ജനങ്ങളെങ്ങനെ വിശുദ്ധീകരിക്കും? എങ്ങനെ സുവിശേഷം ലോകത്തിന് കൊടുക്കും? വേറെ സംവിധാനമില്ലല്ലോ. അപ്പം അതുകൊണ്ട് സഭ നിലനിന്നേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ ഇവരുടെ മുമ്പിൽ ഒരു നിഴൽമായം പോലെ ഞാൻ കണ്ടിട്ട് അവരെന്ത് മനോഹരമായിട്ടാണ് ഇത് തീർത്ഥാടനമാക്കി മാറ്റിയിരിക്കണത്. നീ അത് ശ്രദ്ധിച്ചില്ലല്ലോ, നീ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ, ആരെ പേടിച്ചിട്ടാണെന്ന് ചോദിച്ചു. അതാണ്, പേടിച്ചിട്ടാണല്ലോ ഞാൻ ചെയ്തത്, സഭയെ തന്നെ പേടിച്ചിട്ടാണ് ചെയ്തത്. സസ്പെൻഷനാ വല്ലതും വരുമെന്നില്ലാത്ത പണിയൊക്കെ പറഞ്ഞ അവസാനം ആൾക്കാർ അച്ഛന്മാർ തമ്മിൽ തന്നെ പറയും, ഇത് ഉടായ്പാണ്, ഒരു മാതാവും പ്രത്യക്ഷപ്പെടില്ല, ആൾക്കാരെ കൂട്ടാൻ വേണ്ടി തട്ടിപ്പ് പരിപാടി കൊണ്ടിരിക്കണമെന്ന് പറയും. അങ്ങനെ പറയണത് കാരണം തന്നെ ഞാൻ പേടിച്ചത്. അത് ഇഷ്യൂ ആകത്തില്ല, അതുകൊണ്ട് അതിനേക്കാൾ ദോഷമായി ഉളക്കാൻ തേക്കണ പാണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടിയില്ല. പക്ഷേ അമ്മ ഇങ്ങനെ ഒരു സംഭവം നടന്നതോടുകൂടി ഞാൻ തിരിച്ചു പോന്ന്. പണ്ടേ പള്ളിക്കറിയില്ല, ഞാൻ നേർച്ചയൊക്കെ വിജയകുമാറിനെ കൊടുത്ത് ഇടിയിച്ച്. പക്ഷേ ഞാൻ പള്ളിക്ക് കയറാൻ എനിക്ക് പറ്റില്ലല്ല, കയറണം എന്ന് പറഞ്ഞ വശത്തിൽ കയറാൻ പറ്റത്തില്ല. ഞാൻ വേറെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തങ്കച്ചനാണ് വണ്ടി ഓടിക്കണത്. തങ്കച്ചനാണ് തങ്കച്ച അപ്പോൾ 30 കൊല്ലം എൻ്റെ കൂടെ ഉള്ള എന്നെ കഴിഞ്ഞ ഉള്ള മെയിലിന് ആത്മായ ശുശ്രൂഷകനാണ്. നമ്മൾ തങ്കച്ച എന്താ ചെയ്യേണ്ടത്? ഇത് അമ്മ ഇങ്ങനെ പറയുകയും ചെയ്തു, നമ്മളിത് എന്ത് മമ്മിയുടെ പ്രത്യക്ഷപ്പെടാന്ന് പറഞ്ഞ് നമ്മളെന്ത് പറയാനാ? പറഞ്ഞാൽ എന്തത് ഏക്കും ഇഷ്യൂ ഉണ്ടാകത്തില്ലേ? അപ്പോൾ തങ്കച്ചൻ പറഞ്ഞു, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അമ്മ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പറയാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്തും വരട്ടെ പറയാം എന്ന് തീരുമാനിച്ച് സെക്കൻഡ് കഴിഞ്ഞില്ല, പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്ന് വായിൽ. അയ്യോ, അതാണ് സംഭവം. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 10 വരിയാണ് വന്നത്. ഞാൻ നാട്ടിൽ വന്ന് വെച്ചിട്ട് ഉടനെ അത് എഴുതിയിട്ട് അതിലൊരു വരിയാണ്, അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാപര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ. അതാണ് പ്രത്യക്ഷീകരണ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായി അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമെന്നായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വരികൾ. അത് 6 മാസം പ്രാർത്ഥിച്ച് 6 മാസം ആൾക്കാർക്ക് അടിച്ചു കൊടുത്ത് അവിടെ ഇരിക്കുന്ന ലൂർദ് മാതാവിന് രൂപ എടുത്തിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് വെക്കുകയും ചെയ്ത് ഞങ്ങൾ തന്നെ ലൂർദ് മാതാവിന് രൂപ എടുത്ത് വെച്ച്. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയോടുകൂടി പിന്നെ വീട്ടിൽ പൊട്ടണ പോലെയാണ് സംഭവം. അതായത് അന്ന് രാത്രി തന്നെ ആദ്യത്തെ അടയാളം കഴിഞ്ഞ്, അന്ന് രാത്രി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവിടുന്ന് കൊടുത്ത് വിട്ട് ഇവിടുന്ന് ഒരു ചെടുത്ത് എല്ലാവരും പ്രത്യക്ഷ പ്രാർത്ഥന വാങ്ങിച്ചുകൊണ്ട് പോയപ്പോൾ വൈക്കത്ത് ഒരു മോള്, ആ ജെയിനി എന്ന് പറഞ്ഞൊരു മോള് പെട്രോളിയം ജെല്ലി വീണിട്ട് കൈ വെന്ത് കത്തിപ്പോയി. കാര്യം ആങ്ങളെ ഉറച്ചു പോയ പെട്രോളിയം വാക്സ് തീയിൽ ഉരുക്കി പെട്രോളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവളവിടെ എന്തോ ചെന്ന് കളിതമാശ പറഞ്ഞ് ഇവർ തമ്മിൽ തട്ടായി. ഈ അറിയാതെ കൈകൊണ്ടോടുകൂടി ഈ പെട്രോളിയം ഉരുക്കിക്കൊണ്ടിരുന്ന പെട്രോളിയം ജെല്ലി കയ്യെ വീണിട്ട് ഉരുക്കിയ തീ കയ്യെ കത്തി. അതായത് പെട്രോളിയം ജെല്ലി വീഴുകയും ചെയ്ത് അതേ ജെല്ലിയുടെ കൂടെ തന്നെ തീ ആന്തിപ്പിടിച്ച് കൈ വെന്തുപോയി. ഇവളിങ്ങനെ കൈ ഒടിഞ്ഞു പോരാ ആശുപത്രി കിടക്കുക. അപ്പോൾ അത് കൈ ഒരു 10-70% വെന്തുപോയി. അപ്പോൾ അവൾ ആശുപത്രി കിടന്നിട്ട് അവളുടെ അമ്മയോട് ചോദിക്കുക. അപ്പോൾ അമ്മ താഴെ ഇരിക്കുന്ന അവൾ കട്ടിലേക്ക് കിടക്കുന്നു. അമ്മയോട് ചോദിക്കണം, അമ്മേ അവൾ BCom വിദ്യാർത്ഥിയാണ് അന്ന്. അമ്മ ഞാനിനി കൈ കൊണ്ട് പരീക്ഷ എഴുതിയിട്ട് എങ്ങനെയും ജയിക്കുക, എൻ്റെ ജീവിതം പോയെന്നും പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവർ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊണ്ട് അവിടെ ചെല്ലണത്. ഇവിടെ കാണാം, ഇവിടെ ആശുപത്രി ആയതുമ്പോൾ കാണാൻ അവിടെ ആൻറ്റി ഇല്ലേ, ആൻറ്റിയാണ് അവിടെ. ആൻറ്റി നീ ഒരു പണി ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇന്ന് കിട്ടിയ പ്രാർത്ഥന എന്ന് പറഞ്ഞു. അവൾ ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് പിന്നെ ഉറങ്ങിപ്പോയി. അവളുടെ അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച്. അവർ താഴെ ഇരിക്കണേ, ഇവിടെ കട്ടിലേക്ക് കിടക്കണേ. രാത്രി ഒരു 2 മണിയായപ്പോൾ അമ്മ വന്ന് ഇവളുടെ ഈ കൈ തൊട്ട് ഇവിടം വരെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ അറ്റം വരെ ബന്ധ സ്ഥലം മുഴുവനും തുടച്ച്. ഇവിടെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പുതിയ കൈ പോലെ ഇരിക്കണം, ഒരു കുഴപ്പമില്ലാതെ. എൻ്റെ പേര് ജെയിനി, ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. എൻ്റെ കൈ 2015 പെട്രോളിയം ജെല്ലി വീണ് ഈ വലത് കൈ മുഴുവനായി പൊള്ളി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ 10 ദിവസമായിട്ട് അഡ്മിറ്റായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൈ
ഫുള്ളായിട്ട് നീര് വെച്ചു, കുമിളകൾ വന്നു. എനിക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൈ നിവരില്ല. കൈ ഇങ്ങനെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ എനിക്ക് ഭയങ്കര ഛർദിലും കയ്യിൽ കുമിളകൾ എല്ലാം വന്നു, കൈ വീർത്തു. അങ്ങനെ എൻ്റെ ആൻറ്റി എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നു. ഈ കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ആൻറ്റി എനിക്ക് ഈ പ്രാർത്ഥന തന്നു. അങ്ങനെ എനിക്ക് ഒട്ടും വേദന സഹിക്കാതെ വന്നപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി. തേനും ഉണ്ടായിരുന്നു, തേനും കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്നു. കൈ എപ്പോഴും അരയ്ക്കുമായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു, എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ച് കിടന്നു. രാത്രി ഒരു 2 മണി ആയപ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും എൻ്റെ അടുത്ത് വന്നു. പരിശുദ്ധ അമ്മ എന്നോട് ചോദിച്ചു, കൈ ഇങ്ങനെ വെച്ചാൽ മതിയോ, നമുക്ക് നിവർത്തണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ മാതാവ് എൻ്റെ കയ്യിൽ പിടിച്ചു, കൈ നിവർത്തി. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അങ്ങനെ കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമുണ്ടായില്ല, കുമിളകളോ ഒന്നുമുണ്ടായില്ല. കൈ പൂർണ്ണമായി സുഖപ്പെട്ട് ഉണങ്ങിയായിരുന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു മരുന്നോ ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ കൃപാസനത്തിൽ വന്നു, ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി അനുഗ്രഹങ്ങളും മാതാവ് തന്നു. മാതാവിന് 1000 നന്ദി. അപ്പോഴാണ് ഈ പ്രത്യക്ഷക്കാരനെ അമ്മ രാത്രി വന്ന കാര്യം അറിയണം. അവൾ അവിടുന്ന് വെളുപ്പിന് ഓടി ഇവിടെ വന്ന്, അതോടുകൂടിയാണ് പിന്നെ വിഷയങ്ങളെല്ലാം മാറണത്. പിന്നെ ആൾക്കാർ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലത്തുള്ളൂ. 6 മാസത്തോളം ആ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. അത് കഴിയുമ്പോൾ ഞാനും വിജയകുമാരും കൂടി വേളാങ്കണ്ണി പോയി. വേളാങ്കണ്ണി ചെന്ന് ഇപ്പം ഞങ്ങൾ 90 കൊന്ത ജവന്മാർ അങ്ങോട്ട് ചെല്ലും, 90 കൊന്ത ഇങ്ങോട്ട് ചെല്ലും. അങ്ങനെയാണ്. അപ്പോൾ 180 കൊന്ത ചെല്ലണത്. ഇപ്പം എല്ലാ കൊല്ലം പോകുമ്പോൾ അങ്ങനെ ചെല്ലണത്. വേറെ ഒന്നും സംസാരിക്കുമ്പോൾ തന്നെ ഈശോൻ്റെ കാര്യമേ പറയത്തുള്ളൂ. പുള്ളി അക്രൈസ്തവനായ കാരണം എന്നോട് എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഈശോനെക്കുറിച്ച് അവർക്ക് എപ്പോഴും ചോദ്യങ്ങളാണ്. കുർബാനയെക്കുറിച്ച് ചോദിക്കും, ജ്ഞാനസാരത്തെക്കുറിച്ച് ഓർക്കും, ബൈബിളിനെക്കുറിച്ച് ചോദിക്കും, ബൈബിളിലെ ഓരോ വചനം കുറിച്ച് ചോദിക്കും. അത് കാരണം എപ്പോഴും ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഡിസ്കഷനാണ്. ഈ 3 ദിവസം മുഴുവനും പ്രാർത്ഥനയും കർത്താവിനെക്കുറിച്ചുള്ള ഡിസ്കഷനുമാണ്. അപ്പം ഞങ്ങളിങ്ങനെ 90 കൊന്ത കഴിഞ്ഞിട്ട് അവിടുന്ന് നാട്ടിലോട്ട് പോരാൻ വേണ്ടി പോവുകയാണ്. പുള്ളിക്ക് കോയമ്പത്തൂർ ഇറങ്ങണം, എനിക്കിങ്ങനെ നാട്ടിലോട്ട് ഇവിടെ ടീ ഗാർഡനിൽ ഞാൻ ട്രെയിനിൽ പോരും ഇങ്ങോട്ട്. അപ്പോൾ കോയമ്പത്തൂർ ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ മലയാളം പള്ളിയിലെ കുർബാന കൂടിയിട്ടാണ് പോരണത്. കുർബാന കൂടി ഞങ്ങളുടെ പുള്ളി ബ്രേക്കൊക്കെ എടുത്ത് ഒരു ഓട്ടോറിക്ഷയോ കാറോ പുള്ളി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, വെറുതെ ഇങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 മാതാനുപതിക്കായിരുന്നല്ല, അമ്മ എഗ്രിമെൻ്റ് എന്ന് പറയണല്ലോ എന്ന് പറഞ്ഞ്. അപ്പം പെട്ടെന്ന് എനിക്കൊരു ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞ്, സാറേ സാറെന്ന് ഞാൻ വിളിക്കണേ, സാറേ അത് എഗ്രിമെൻ്റ് അല്ല, അത് വേറെയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പേന എടുത്തെന്ന് ചോദിച്ചു. ഒരു പേപ്പർ എടുത്ത് ഉടനെ പേനയും പേപ്പറും എടുത്തിട്ട് പുള്ളിക്കാനും കൊടുത്ത്. എന്നിട്ട് എനിക്കും ഒരു പേനയും പേപ്പറും എടുത്ത്. പെട്ടെന്ന് അത് പരിശുദ്ധാത്മാവ് ചെയ്യിക്കണ പോലെയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരുന്ന് ജവമാല ചെല്ലുക, ഞാൻ കിഴക്കോട്ട് പോയിട്ട് അവിടെ മലയാളം പള്ളിയുടെ മുകളിലത്തെ നെല്ലിലാണെന്ന് തോന്നുന്നു, ഈ നമ്മളൊരു ഇതില്ലേ നമ്മുടെ ഈ പിയത്ത വേകുലമാതാവിൻ്റെ രൂപമുണ്ട് അവിടെ. അപ്പം ഞാൻ വേകുലമാതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്താണ് ഈ എഗ്രിമെൻ്റ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം മാതാവിനോട്. അപ്പോൾ ഞാനൊരു 4 ജവമാല ചൊല്ലി, പുള്ളിക്കാരോട് 4 ജവമാല ചൊല്ലി. അപ്പോൾ അമ്മ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതെല്ലാം ഞാൻ എഴുതിയെടുത്ത് ഞാൻ തിരിച്ച് 4 കൊന്തയും കഴിഞ്ഞ് പുള്ളിയെടുത്ത് വരുമ്പോൾ പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളി എഴുതി വെച്ചിരിക്കുന്നത് എല്ലാം പാപം ഓരോ തരം പാപമില്ല മനുഷ്യൻ ചെയ്യണത്, അതൊക്കെയാണ് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കണത്. എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അനുഗ്രഹമാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒക്കണില്ല. ഞാൻ നോക്കി ഞങ്ങളൊരു കുറച്ച് നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിശ്വാസപ്രമാണം ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് വചനം കിട്ടി. എന്താണ്? അനുതപിച്ചാൽ നീ അനുഗ്രഹം അതിശയം പ്രാപിക്കും. അതാണ് സംഭവം. അനുതപിച്ചാൽ നീ അനുഗ്രഹം. ഇതോടുകൂടി ഞാൻ സാറേ ഇത് എഗ്രിമെൻ്റല്ല, ഉടമ്പടിയാണെന്ന് പറഞ്ഞ്. ബൈബിളല്ല പറഞ്ഞിരിക്കുക, ബൈബിളിൽ ഉടമ്പടിയല്ലേ ഉള്ളു. അതോടുകൂടി രാവിലെ പെട്ടെന്ന് ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഉടമ്പടി എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എഴുതി. അമ്മ പറഞ്ഞ എല്ലാം എഴുതി പുസ്തകം. അതായത് ഒരു 3 ദിവസത്തിനുള്ളിൽ 10-75 പേജുള്ള പുസ്തകമായി ഉടമ്പടിയുടെ ആദ്യത്തെ പുസ്തകം. പിന്നെ ഉടമ്പടി
അത് അമ്മ പറഞ്ഞ പോലെ തന്നെ പാപങ്ങൾ വെറുത്ത് ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ആൾക്കാർ നിയോഗങ്ങൾ എഴുതിയിടാൻ തുടങ്ങി. അതാണ് മരിയൻ ഉടമ്പടി, അതാണ് മാതാവാണ് മധ്യസ്ഥ. പക്ഷേ ഈ എഴുതിയിട്ട കാര്യങ്ങളെല്ലാം ടോപ്പ് കാര്യങ്ങളൊക്കെ നടക്കും. ആദ്യം ടോപ്പ് എന്ന് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ടോപ്പ് കാര്യം നമ്മളുടെ കഴിവിന് നിൽക്കാത്ത കാര്യങ്ങൾ. ഇപ്പോൾ 75 വർഷമായ പാക ഉടമ്പടി, അതിൻ്റെ മുന്നാധാരം രാജഭരണകാലത്ത് മുന്നാധാരമാണ്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ അത് കിട്ടാത്ത കൊണ്ടാണ് പാക ഉടമ്പടി ചെയ്യാൻ പറ്റാതെ കിടന്നതിന് തറവാട് ഉറഞ്ഞു പോവുകയും വിൽക്കാനും പറ്റണില്ല, അവിടെ പൊറുക്കാനും പറ്റണില്ല. അതാണ് അവസ്ഥ. 75 പാക ഉടമ്പടി കിട്ടിയാൽ മാത്രമേ തഹസിൽദാരനാണെങ്കിൽ അവരുടെ സ്ഥലം മറ്റൊരിടയ്ക്ക് നിന്ന് ഒഴിവ് മേടിച്ചിട്ട് ഏകപക്ഷീയമായിട്ട് ഒരു റവന്യൂ നിയമപ്രകാരം പുള്ളിക്കൊരു അധികാരമുണ്ട്. നമുക്ക് വീഡിയോ വെക്കാനുള്ള സ്ഥലം അതിൻ്റെ അകത്തുനിന്ന് ചാർട്ട് ചെയ്ത് തന്നിട്ട് നമുക്ക് പോക്കുവരോ ചെയ്ത് തരും. നമ്മൾ ടാക്സ് അടക്കും, അവിടെ നമ്മൾ വീട് വെക്കും, ലോണും കിട്ടും. നമുക്ക് വഴിയുണ്ടെങ്കിൽ ലോണും കിട്ടും. പക്ഷേ 75 കൊല്ലം വേണ്ടി കുടുംബം കരകയറുന്നത് ഇങ്ങനെ കെട്ട് പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഈ ഉടമ്പടി വന്ന് അവർ ഉടമ്പടി കൊണ്ടുവന്ന് ഈ വിഷയം വെച്ചോടുകൂടി 8 ദിവസത്തിനുള്ളിൽ മുന്നാധാരം കിട്ടി. 8 ദിവസം. അപ്പോൾ ഇതാണ് ഈ ഉടമ്പടിയുടെ ഒരു വിഷയം. അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. നമ്മൾക്ക് കഴിവില്ല, നമ്മുടെ കഴിവ് ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷേ അത് ദൈവത്തിൻ്റെ കൃപ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി വന്ന വഴികൾ നിങ്ങൾ അറിയണം. ഇന്ന് ഈ ആൾക്കാരൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ സാക്ഷ്യം പറയുന്നതിൻ്റെ പിന്നിൽ പ്രത്യക്ഷീകരണമാണ് ഇതിൻ്റെ പ്രശ്നം, സബ്ജക്റ്റ്. അത് നിങ്ങൾ അറിയാതെ വെറുതെ വന്ന് യൂദാസ് പുന്നാൻ്റെ പെട്ടിൽ അപേക്ഷ കത്തിട്ടുണ്ടോ പോണ പോലെ പോയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇടിക്കത്തില്ല, ഓടിച്ചിടും. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ന്യൂട്ടായിട്ട് നിൽക്കുമ്പോൾ നോക്കും. അപ്പോൾ എങ്ങനെയാണിത് എവിടെ കൊണ്ടോ അത് അവന് കൗൺസിലിന് പോകണമില്ല, ക്ലാസ് ഉണ്ടല്ല, കുഴപ്പമില്ല, എഴുതിയിട്ടേക്കാന്ന് പറഞ്ഞ് ഇവിടെ ഇടും. ഞങ്ങൾ അവിടെ തന്നെ കയ്യോടെ പിടിക്കുവരാ. അങ്ങനെയുള്ള സൂത്രപ്പണികളൊന്നും കാണിക്കരുത്. ഇവിടെ ചെയ്യണമെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങൾ വിശുദ്ധീകരിക്കണം. നാളെ നിങ്ങളുടെ ഇടയിൽ എന്താണ് അത് അന്ന് അമ്മ പറഞ്ഞ വചനങ്ങൾ ഒന്നാണ് യോശുവയുടേത്. എന്താണ്? നിങ്ങൾ തന്നെ നിങ്ങൾ പശ്ചാത്തലപ്പിക്കും, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അത് നാളെയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇന്നാണ്. എന്താണ്? നല്ല കള്ളൻ അനുദപിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? ഇന്ന് നീ എൻ്റെ കൂടെ, ഇപ്പം സമയമാണ് പ്രശ്നം, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. പക്ഷേ അമ്മയുടെ കാലമാകുമ്പോൾ അവർക്ക് വീഞ്ഞില്ലെങ്കിൽ ഇപ്പോഴാണ്, അപ്പം തന്നെയാണ് വീഞ്ഞ്, ഇന്നെന്നല്ല, ആ നിമിഷം തന്നെ അത് വീഞ്ഞാക്കി മാറ്റും. അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ പവർ അതാണ്. സമയത്തിലാണ് വിഷയം ചെയ്തിരിക്കുന്നത്, സമയമാണ്. അമ്മ മരിയൻ മരിയൻ അതിൻ്റെ അകത്ത് നിൻ്റെ വിഷയത്തിൽ അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ സമയത്തെയാണ് ഇടപെടണത്. മനസ്സിലായില്ലേ? നിൻ്റെ സമയത്തിലാണ് ഇടപെടണത്. അമ്മ നിൻ്റെ വിഷയത്തിൽ ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമായില്ല എന്ന് പറയും, ഈശോ പറയും അല്ലേ? കാനായിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഈശോ എന്താ പറയണത്? സമയത്തിൻ്റെ പ്രശ്നമുണ്ടെന്നാണ് പറയണത്. എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ, എനിക്ക് നിനക്ക് എന്താണെന്നാണ് ചോദിക്കണത്. പക്ഷെ അമ്മ എന്ത് പറയും? സമയം സമാഗതമാക്കാൻ ഒരു ഫോർമുല ഉണ്ട്. എന്താണത്? ഉടമ്പടി ഫോർമുലയാണ്. എന്താണത്? അവൻ പറയണത് പോലെ ചെയ്യുക. നടക്കാത്ത കാര്യം നടത്തിയെടുക്കാനും അസാധ്യ കാര്യങ്ങൾ നടക്കാനും വേണ്ടിയുള്ള ബിബ്ലിക്കൽ ഫോർമുലയാണ് അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം പോലെ ജീവിതം ക്രമീകരിക്കുക. അത് പുതിയ കാര്യമല്ല. അമ്മ ഉടമ്പടി ചെയ്തിട്ടാണത് ഈശോനെ ഗർഭം ധരിച്ചത്. അമ്മ മംഗളവാർത്ത സമയത്ത് മാലാഖ പറയും, നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന് പേരിടണം, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും, പിതാവായ ദാവീദിന് സിംഹാസനം നൽകുമെന്നൊക്കെ പറയുമ്പോൾ അമ്മ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കും. എന്താ കാര്യം? ഇത് നടക്കാത്ത കാര്യമാണ്. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ ദൈവം അമ്മയോട് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പം നടക്കാത്ത കാര്യത്തിന് ഉള്ള പോവഴി എന്താണ്? ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുക. ഈ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ അതിന് വെറുതെ ശക്തി പ്രവർത്തിക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റീഫോർമാറ്റ് ചെയ്യണം. അതിനാണ് അമ്മ എന്ത് പറയണത്? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് ഉടമ്പടി. അമ്മ ഉടമ്പടി ചെയ്തിട്ടാണ് ഗർഭം ധരിച്ചത്, യേശുവിനെ സ്വീകരിച്ചത്. അമ്മ എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. അത്യുവിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കാൻ വേണ്ടി, നമ്മളെ പ്രവർത്തിക്കാൻ വേണ്ടി അമ്മ കൊടുക്കുന്ന ഫോർമുല എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. ദൈവത്തിൻ്റെ മുമ്പിൽ ദാസിയായിട്ട് നിൽക്കും. പിന്നെ എന്താണ്? നീ പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ഈ 2 കാര്യം അതിൻ്റെ അകത്തുണ്ട്. ലൂക്ക 1:38 2 കാര്യമുണ്ട്. എന്താണ്? ഈ സമയം സ്പീഡാക്കുന്നതിന് 2 കണ്ടൻ്റ് ഉണ്ട്. ഒന്നെന്താണ്? കർത്താവിൻ്റെ ദാസി എന്ന് വെച്ചാൽ വിനയത്തോടു കൂടി
നമ്മൾ ഈ അഹങ്കാരമൊക്കെ മാറ്റിയിട്ട് വിനയത്തോടു കൂടി കർത്താവിൻ്റെ തിരുസേന വ്യാപരിക്കണം. അതാണ് 1 പത്രോസിൻ്റെ 5:6 നിങ്ങൾ വിനയത്തോടു കൂടി നിൽക്കുവിൻ, തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊള്ളും. മനസ്സിലായില്ലേ? വിനയത്തോടു കൂടി നിൽക്കുവിൻ. അപ്പോൾ തക്ക സമയം എന്ന് പറഞ്ഞ സമയം, അവിടെ സമയമാണ് പ്രശ്നം അല്ലേ? നിങ്ങൾ അപ്പോൾ ഈ സമയത്തെ ബാധിക്കുന്ന, സമയത്തെ ചലിപ്പിക്കുന്ന ഒരു വിഷയം നമ്മുടെ വിനയമാണ്. അഹങ്കാരമാണ് ഈ സമയം താമസിപ്പിക്കുന്നത്. അത് നിങ്ങൾ അറിയണം. അതെപ്പോഴും നിങ്ങൾ അറിയണം. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം താമസിക്കാനുള്ള ഒരു കാരണം അഹങ്കാരമാണ്. അപ്പോൾ അഹങ്കാരം ഏതെല്ലാം മേഖല ഉണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാനഡയിൽ പോകണം, പക്ഷേ അയാൾക്ക് ഇവിടെ ഉടമ്പടി വെച്ചിട്ട് ശരിയാകണില്ല. അവർ കൗൺസിലിംഗ് വരുമ്പോൾ ഞാൻ പറയും, എടി മോളെ നീ എന്തിനാണ് ഈ കാനഡയിൽ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഈശോ പറയുന്നുണ്ട്. എന്താ പറയണത്? അവൾക്ക് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പനെയും അമ്മയും നോക്കേണ്ടി വരും. അമ്മായിയപ്പനെയും അമ്മേനെയും. 55 വയസ്സുണ്ട് അപ്പന്, 60 വയസ്സുണ്ട് അപ്പന്, 55 വയസ്സുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ഇവരെ നോക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ നാട് വിടാൻ പോണത്. ഇത് ഉടമ്പടി വെച്ച അരക്കൈ നൂലിൻ്റെ ഈ സാധനത്തിൽ പെശകുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് തന്നെ എല്ലാ കാര്യങ്ങൾക്കും, അതായത് മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് ആൾ കളിക്കാൻ പോകുന്ന എല്ലാ പണിക്കും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് കൃത്യമായ ഒരു, അതായത് ഈ സ്പീഡ് കണ്ടന്റ് എന്ന് പറയണത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അത് തന്നെയാണ് അവൻ പറയണത് പോലെ ചെയ്യാൻ. യോഹന്നാൻ 2:5 പറയണത് എല്ലാം വചനം നിവർത്തിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു സ്പീഡിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ്. അല്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഉടമ്പടി കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തെന്ന് പറഞ്ഞ് നടക്കത്തില്ല. അതനുസരിച്ച് നിങ്ങളത് ക്രമീകരിക്കണം. അത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പോൾ രണ്ട് കാര്യമാണ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ളത് ഒന്ന്, വിനയം അല്ലേ? രണ്ടാമത്തെ എന്താണ്? സമർപ്പണം. സമർപ്പണം എന്ന് പറയുമ്പോൾ സമർപ്പണം എന്ന് പറഞ്ഞവർക്ക് സാവകാശം ഉണ്ടാവും. ഇപ്പോൾ ഉടമ്പടി സമർപ്പണം ഇല്ലാത്തവർക്ക് സാവകാശം ഉണ്ടാവും, വ്യഗ്രത ഉണ്ടാവും. ഇപ്പം നിങ്ങളിവിടെ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടി നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്ക് ഇപ്പോൾ പലർക്കും സാക്ഷ്യം കേട്ടപ്പോൾ അച്ഛനും പറഞ്ഞല്ല, അപ്പോൾ അടുത്ത ദിവസം വിൽക്കുക. ഇപ്പോൾ പിറ്റേ ദിവസം വിൽക്കണ കേസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളവർക്ക് നിങ്ങളുടെ പിറ്റേ ദിവസം വിൽക്കുമെന്ന് വിചാരിക്കും, പക്ഷേ അത് വിൽക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ഉഴപ്പും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉഴപ്പും, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഉഴപ്പും. എന്താ കാര്യം? വ്യഗ്രത ഉള്ള കാര്യം എന്താണ്? സമർപ്പണമില്ല. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന് ആ സ്ഥലത്തെക്കുറിച്ചൊരു മനസ്സുണ്ടാവും. വിജയകുമാർ ഹോട്ടൽ വിൽക്കുന്ന കാര്യം എന്നോട് പറയുമായിരുന്നു എപ്പോഴും. ഹോട്ടൽ വിൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് വിൽക്കാൻ സമയമാകുമ്പോൾ അത് വിൽക്കും, സാർ ബഹളം ഉണ്ടാക്കരുത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആളെ ഞാൻ 30,000 രൂപ വെച്ച് 12 പേർക്ക് ആണ് ശമ്പളക്കാരുള്ളത്. 36 3 ലക്ഷം രൂപ ശമ്പളം മാത്രം പോകും. പിന്നെ ഇത്രയും പൈസ ഉണ്ടായി എങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞു സമയമാകുമ്പോൾ ഈ വിഷയം അമ്മ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഒരു ദിവസം എനിക്ക് കോവിഡ് വന്ന്, കാര്യം നമ്മൾ കർത്താവിൻ്റെ കൂടെ നിൽക്കുമെന്നും പറഞ്ഞ് കോവിഡൊന്നും വരാതിരിക്കത്തില്ല. യേശുക്രിസ്തുവിന് പീഡാസകനം ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും ആ പീഡാസകനത്ത് പങ്കുണ്ടാകും. അപ്പം ഞാൻ പോയി സാറിൻ്റെ ഹോട്ടലിൽ ക്വാറൻറ്റൈൻ ഇരുന്ന്. അപ്പോൾ എനിക്ക് ഈ പ്രഷറൊക്കെ ഉള്ള കാരണം ഈ എപ്പോഴും സമരമായിരുന്നു പണ്ടേ. അത് കാരണം ഫൈറ്റൊക്കെ ഇപ്പോഴത്തെ തന്നെ കേസ് ഹൈക്കോടതിയിലുണ്ട്, അവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി അവകാശ പോരാട്ടമുണ്ട്. ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യും. ചിലപ്പോൾ കളക്ടറേറ്റ് ഉപരോധിക്കും. അപ്പോൾ കളക്ടറേറ്റ് ഉപരോധിച്ചതിൻ്റെ കേസ് ഇന്നലെ ഒരെണ്ണം തീർന്നേ ഉള്ളൂ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഞാൻ കോടതിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ഫൈറ്റിങ് സുവിശേഷം എന്ന് പറയണത് ജപമാലം ചില ഇരുട്ടത് കുത്തിയിരിക്കുന്ന പരിപാടിയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ, അതുപോലെ തന്നെ തകർക്കപ്പെട്ട മനുഷ്യൻ, അവകാശത്തിന് സംസാരിക്കാൻ പോലും അവകാശമില്ലാത്ത അവസ്ഥയിൽ കൂടെ നിൽക്കണം. അപ്പോൾ അതിൻ്റെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അകത്തിരുന്ന് ഇരുട്ടത്ത് കൊന്തയിലെണ്ണനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം മെയ് അനങ്ങാത്ത ഒരു വിശ്വാസമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, അഥവാ നമ്മളെ പഠിപ്പിച്ചിരിക്കണ പോലും അതാണ്. അതല്ലല്ലോ സുവിശേഷം. ഇപ്പം ഈ ക്രൂശിക്കപ്പെട്ട കാര്യം എന്താ? ആ കോർട്ട് ഓഫ് ജെൻഡേഴ്സിൽ കച്ചവടം നടന്നതാണ് പ്രശ്നം. യേശു ക്രൂശിക്കപ്പെടാൻ കാര്യം എന്താ? സോളമൻ്റെ കാലത്ത് ദേവാലയത്തിൻ്റെ പുറകു ഭാഗത്ത് അകത്ത് ഏറ്റവും പുറകിൽ കോർട്ട് ഓഫ് ജെൻഡേഴ്സ് ഉണ്ട്. ഹെറോഡ് ഉണ്ടാക്കിയതാണത്. സോളമൻ്റെ കാലത്തുണ്ടായിരുന്നു. അത് എല്ലാ വിദേശികൾക്ക് വേണ്ടിയുള്ള ഭാഗമായിരുന്നു. സോളമൻ്റെ കാലം കഴിഞ്ഞ ഹെറോദേസ് ദേവാലയം പുതുക്കി പണിതപ്പോൾ വിജാതിയർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഇടം കൊടുത്തായിരുന്നു അവിടെ ദേവാലയത്തിൽ. അത് ഐസയുടെ പ്രവചനമുണ്ടല്ലോ, എൻ്റെ ആലയം എല്ലാ ജനങ്ങളുടെയും പ്രാർത്ഥനാലയം 56:7. അപ്പോൾ അവിടെ നീ വിജാതിയരെ മാറ്റി.
വിജാതിരെ മാറ്റിയിട്ട് അവിടെ ആട് കച്ചവടം തുടങ്ങി, നാണയം മാറ്റാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ കമ്മീഷൻ ഇവർ പുരോഹിതന്മാർ അടിച്ചു മാറ്റാൻ തുടങ്ങി. കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കി എല്ലാത്തിനും പുറത്താക്കി. അതായത് ദൈവത്തിൻ്റെ തിരുസഭയിൽ നിന്ന് അകറ്റപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി ആ സ്ഥലം തിരിച്ചു പിടിച്ചതാണ്. കന്നാസിൻ്റെയും കയ്യാഫാസിൻ്റെയും മുമ്പിൽ കർത്താവ് കുറ്റവാളിയായി മാറിയത്. അതാണ് കുരിശുമരണത്തിൻ്റെ കാരണം. അപ്പം കുരിശുമരണത്തിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു ആധ്യാത്മിക തലം മാത്രമല്ല, അതിനൊരു സാമൂഹ്യ തലമുണ്ട്. സമൂഹത്തിൽ നീതി നടത്താനും നീതി നിഷേധിക്കപ്പെട്ടവരെയും അകറ്റപ്പെട്ടവരെയും തിരിച്ച് മുഖ്യധാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമുണ്ട്. അതെല്ലാം സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. നിർഭാഗ്യവശാൽ നമ്മളാരും പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കുരിശിൻ്റെ വഴി ഒരു മെഴുതിരിക്കൊക്കെ എടുത്ത് ആബേലച്ചൻ്റെ പാട്ടും പാടിപ്പോയാൽ എല്ലാ സംഭവം ശരിയാകുമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അത് ശരിയാകത്തില്ല. അവനെ ക്രൂശിക്കപ്പെട്ട സാഹചര്യം എന്താണെന്ന് പുനഃവിചാരണ ചെയ്യേണ്ടതാണ്. അവൻ ക്രൂശിക്കപ്പെട്ട സാഹചര്യം എന്താണ്? ആ സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നമുക്കവിടെ എന്ത് പങ്കാണ്? ബട്ട് ഇറ്റ്സ് അവർ റോൾ. അങ്ങനെ വരുമ്പോൾ കുരിശുമരണത്തിൻ്റെ ഭാഗഭാഗത്വം ഉണ്ടാകും. ഇതുപോലെ നീതിക്ക് വേണ്ടി കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഓഫീസിലായാലും എല്ലായിടത്തും കർത്താവിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതിനാണ് അതുകൂടി സുവിശേഷ സാക്ഷീകരണത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു വൈറ്റ് കോളർ ക്രിസ്ത്യാനിറ്റിയാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഈ അനുഗ്രഹത്തെ മാത്രം അടിസ്ഥാനപ്പെട്ട് പോകുമ്പോൾ സാക്ഷ്യം കുറഞ്ഞു വരാൻ കാര്യവും തമ്മിലടി കൂടാൻ കാര്യവും അതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ല. അപ്പോസ്തലന്മാർ തമ്മിലടിക്കുകയെന്ന് പറയുമ്പോൾ കളി വേറെ ആയല്ല. അപ്പോസ്തലന്മാർ തമ്മിലടിക്കുകയെന്ന് പറയുമ്പോൾ വിഷയം മാറിയില്ലേ, പോയില്ലേ, എല്ലാം പോയില്ലേ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, സുവിശേഷത്തിന് സാക്ഷ്യത്തിൻ്റെ വ്യത്യസ്തമായ മാനങ്ങൾ നോൻപ് കാലത്ത് കണ്ടെത്തണം, നീതിക്ക് വേണ്ടി നിലനിൽക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വലിയ സുവിശേഷ പ്രഭാഷകനായിട്ട് നിൽക്കണമെങ്കിലും കോടതിയിൽ പോയി നിൽക്കേണ്ടത് 2.5 കൊല്ലം പോയി നിന്നില്ലേ. ഇനി ഒരു കേസ് കിടപ്പുണ്ട് അവിടെ. നേരത്തെ ഹൈക്കോടതി കേസുണ്ടായിരുന്നു, അത് കൊച്ചി തുറമുഖത്തിനെതിരെ. കാര്യം അവർ അശാസ്ത്രീയമായി കൂടെ തുറമുഖം പണിതുകൊണ്ടാണ് കടലാക്രമണം ഉണ്ടായത്. അപ്പോൾ ഞാൻ ആ കേസ് പഠിച്ചു. 35 മുതലുണ്ടായ കടലാക്രമണത്തിൻ്റെ ചരിത്രം എടുത്തു, എഞ്ചിനീയർ സ്കെച്ച് എടുത്ത്, പീച്ചിയിൽ തൃശ്ശൂരാണത്, അവിടെ പോയി. എന്നിട്ട് ഹൈക്കോടതിയിൽ ഫോട്ടോസിനെതിരെ കേസ് കൊടുത്തു. എന്താ കാര്യം വെച്ചാൽ നമ്മളിങ്ങനെ അണ്ടേ കൊണ്ടേ വളം വെച്ചിട്ട് വല്ലയിടത്തും കൊണ്ടുവന്ന് കുറച്ച് കടലിട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടുണ്ടായിരുന്നു? നമ്മൾ ഇരകളാണ്, വികസനത്തിൻ്റെ ഇരകളാണ്. വികസനത്തിൻ്റെ ഇരകളെ സംബന്ധിച്ചിടത്തോളം പ്രതി ആരാണ്? സർക്കാരാണ് പ്രതി. അപ്പോൾ അത് സർക്കാരിനെ പ്രതി ചേർത്ത് കേസ് കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ കേസ് അനുകൂലമായി വിധിച്ചു. നമ്മൾ ജയശങ്കർ അഡ്വക്കേറ്റ് വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, ഈ കൃപാസനം എന്ന് പറയുന്നത് ഇതൊരു ഫൈറ്റിംഗ് ധ്യാനകേന്ദ്രമാണ്. വെച്ചാൽ ഇത് യേശുവിൻ്റെ എല്ലാ മേഖലകളും എടുക്കും. നമുക്കിങ്ങനെ സ്വന്തമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ട് തന്നെ ഒരു കുഴപ്പമില്ല, അതിനവിടെ മെയ്യിട്ട് കൊള്ളത്തില്ല. പക്ഷേ സുവിശേഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ സമഗ്രതയാണ്. യേശുവിൻ്റെ സമഗ്രത അത് ആദ്യകാലം മുതൽ അങ്ങനെ ഇടുന്ന, അതായത് എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പറ്റുന്ന മേഖലയെല്ലാം യേശുവിനെ നിങ്ങൾ കൊടുക്കണം. യേശുവിൻ്റെ ആത്മരക്ഷയ്ക്ക് മാത്രമല്ല, യേശുവിനെ എല്ലാ മേഖല. അതിനാണ് ഈ കൃപാസനം പത്രം വാങ്ങിച്ച് നമുക്ക് കൊടുക്കണത്. എന്തിനാണ് കൊടുക്കണത്? ആ പത്രം പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഉപകരിച്ചപ്പോൾ എന്ത് പറ്റി? പത്രത്തിന് മുഴുവനും ആൾക്കാർ സൗഖ്യമായി. അതല്ലേ ഭയങ്കര വിവാദം ഉണ്ടായത്. പത്രത്തിൽ കിടക്കാനൊക്കെ തുടങ്ങിയ ആൾക്കാർ സൗഖ്യപ്പെട്ടിട്ടാണ് ആൾക്കാർ. അപ്പോൾ ഞാൻ തന്നെ ഇവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കിടക്കാതെ നിൽക്കണ്ട. എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പത്രമായിരിക്കും ദൈവം, അമ്മ മാറും, ഈശോയും മാറും. അപ്പോൾ അതുപോലെ ആൾക്കാർ വഴിപഴിച്ച് പോകും. അപ്പോൾ ഞാൻ പത്രത്തെ നിങ്ങൾ വേറെ ഒരു കാര്യം ഉപയോഗിക്കുക, പത്രം വായിക്കുക, ബാക്കി പത്രം ആ സാക്ഷ്യം ആൾക്കാർക്ക് കൈമാറുക, നിങ്ങൾ വഴി 10 പേര് കർത്താവ് അറിയുക. കാര്യം എന്താണ്? ഉടമ്പടി എന്ന് പറയണത് യേശുവിനെ അവൻ പറയണ പോലെ ചെയ്യുകയാണ്. ചെയ്യുമ്പോഴുണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞത്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിനയം വേണം, പിന്നെ എന്താണ്? സമർപ്പണം വേണം. ഇതാ കർത്താവിൻ്റെ ദാസി. ഇപ്പം സമർപ്പണം എന്ന് പറയണത്, ഇപ്പോൾ സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങൾ സ്ഥലം വിറ്റ്, നിങ്ങളുടെ സ്ഥലം ഇപ്പം വിറ്റില്ലെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങളുടെ സ്ഥലം വിൽക്കാതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ ഉടമ്പടി എടുത്തല്ലേ, എന്നിട്ട് സ്ഥലം വിറ്റില്ലല്ല. അപ്പം ഞാൻ വിജയകുമാർ എന്നോട് ചോദിച്ചു, അച്ഛാ നമ്മൾ അറിയാവുന്ന എല്ലാ പ്രാർത്ഥനയും നടത്തിയല്ലേ, എന്നിട്ട് ഹോട്ടൽ വിറ്റില്ലല്ലോ. അപ്പം എനിക്ക് കോവിഡ് വന്നു. ഞാൻ പോയി പുള്ളിയുടെ ഹോട്ടലിലിരുന്ന് ക്വാറൻറ്റൈൻ പോയിരുന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ സമയത്തും ജപമാല തന്നെ ഇരുന്നു. അല്ലാതെ ഞാൻ കർത്താവിൻ്റെ ഇവിടെ ജോലി ചെയ്തല്ല, കർത്താവിനല്ല, ഞാൻ വേറെ ജോലിയൊന്നും ചെയ്തിട്ടില്ലല്ല. ഞാൻ എപ്പോഴും കർത്താവ് പ്രാർത്ഥിച്ച് നടക്കുന്ന ആളല്ലേ, ജനങ്ങളെ പ്രാർത്ഥിപ്പിക്കല്ലേ, എനിക്ക് കർത്താവ് കോവിഡ് ഒഴിവാക്കി തരേണ്ടതല്ലേ? ഞാൻ ചോദിച്ചില്ല. അതാണ് തർക്കമെന്ന് പറയണത്. ഞാൻ ചോദിച്ചില്ല. അത് കർത്താവിൻ്റെ ഇഷ്ടം, അതാണ് നടക്കണമെന്ന് വിചാരിച്ച്. പക്ഷേ എന്നാ പറ്റി? ഞാൻ ഇരിക്കുന്ന സമയത്ത് ഹോട്ടൽ വിറ്റുപോയി, നല്ല വിലക്ക് വിറ്റുപോയി. ഒരു സമയം അതാ.
ഇപ്പോൾ സാറ് നല്ല അടിച്ചു പൊളിച്ച് വേറെ സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പ്രാർത്ഥനാലയം പഠിക്കുന്നുണ്ട് കോയമ്പത്തൂർ കൃപാസനത്തിൻ്റെ. അപ്പോൾ എന്താ സംഭവിച്ചാൽ, നിങ്ങൾക്ക് ഒരു സമയത്ത് ഇപ്പോൾ ഈ ഹോട്ടലിന് 15 കോടിയാ പണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പൈസയൊക്കെ സാധനം കൊടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാലയം പണിയാനുള്ള കാശ് ബാക്കിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സാധനം അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ നിരാശപ്പെട്ട് ദൈവമായിട്ട് ഫൈറ്റിങ്ങിന് പോരുമെന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. അപ്പോഴെന്താ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ, ഇപ്പം നിങ്ങളിപ്പോൾ 2 ലക്ഷം രൂപയ്ക്കാണ് ആ സ്ഥലം വിൽക്കാൻ പോകണമെന്ന് വിചാരിച്ചോ. നാളെ ഒരു പഞ്ചായത്ത് ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് അവിടെ വരികയാണെങ്കിൽ ആ സ്ഥലത്തിന് 5 ലക്ഷം രൂപയാവും. കർത്താവ് വിൽപ്പിക്കത്തില്ല. ഇപ്പം നിങ്ങൾ മണ്ടത്തറിയോ, നിങ്ങൾ തന്നെ പറയും ദൈവമേ ഇപ്പം 18 ലക്ഷം രൂപയാണ് എൻ്റെ സെൻറ്റിന് വരിക, അത് ഞങ്ങളുടെ അപ്പാപ്പൻ്റെ ആയിരുന്നെന്നൊക്കെ പറയത്തില്ലേ. അതിന് വെറുതെ മിഠായി കാശിന് കൊടുത്ത് ചക്കരക്കാശിന് കൊടുത്താണെന്നൊക്കെ പറയും. അതുപോലെ ദൈവം ചെയ്യിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സമയമാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറയണം. അല്ലാതെ ദൈവമായിട്ട് ഫൈറ്റ് ചെയ്യരുത്. അയ്യോ എനിക്ക് സംഭവിച്ചു, ഞാൻ കുടവഴി എടുത്തില്ല, ആലപ്പുഴ വരെ എന്ത് കഷ്ടപ്പെട്ട് കടം മേടിച്ചാൽ ഞാൻ പോയത്, എന്നിട്ട് എനിക്ക് കാര്യം നടന്നില്ല എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യരുത്. മറിച്ച് അവിടെ സമർപ്പണം ഉണ്ടാകും. ഈ 2 വിനയവും സമർപ്പണവുമാണ് സ്പീഡാക്കണത്. സ്പീഡ് കണ്ടന്റ് എന്താണ്? വിനയവും സമർപ്പണവും. ആദ്യമായിട്ട് അതിന് 2 ചിറകെന്നാണ് ബൈബിൾ പറയണത്. 2 ചിറക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പറന്നു പോണത് മാതാവിനാണ് ആദ്യം ചിറക് കൊടുത്തത്. സ്വപ്നം ചിറക് വെച്ച മാതാവിന് ഒത്തിരി പേര് സ്വപ്നം കണ്ടിട്ടുണ്ട്. കൃപാസനം മാതാവാണ് സമയത്തിൻ്റെ പറന്നു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ അകത്തുണ്ട്. വെളിപാട് പുസ്തകം 12:14 അവൾക്ക് 2 ചിറകുകൾ നൽകപ്പെട്ടു. അവൾ മരുഭൂമിയിലേക്ക് സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൾ മരുഭൂമിയിലേക്ക് പറന്നു പോയെന്ന്. അതുപോലെ നിങ്ങൾ കടത്തിൻ്റെ വായിൽ നിന്ന്, രോഗത്തിൻ്റെ വായിൽ നിന്ന്, പലതരത്തിലുള്ള ജീവിത ദുരിതങ്ങളുടെ വായിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് ചിറക് തന്ന് നിങ്ങളെ പറത്തിക്കൊണ്ട് പോകും. പക്ഷേ നിങ്ങൾക്ക് വിനയം വേണം. പിന്നെ എന്താണ്? സമർപ്പണം വേണം. 2 ചിറകുണ്ടാകണം. അങ്ങനെയാണ്. അത് ഉടമ്പടിയുടെ ഭാഗമാണ്.